So let us continue our class. Today is the third class of communication. Now we are going to discuss listening. Is a major skill, listening. It is an important aspect of effective communication. Effective communication ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആസ്പെക്റ്റ് ആണ്, അതൊരു സ്കില്ലാണ് listening. This skill needs to be possessed by the sender and also the receiver. സെൻഡറിനും റിസീവറിനും ഒരേപോലെ ആവശ്യമായ ഒരു സ്കില്ലാണ് ലിസണിങ്. ഞാൻ വിവിധ സ്കിൽസ് പറഞ്ഞു തന്നായിരുന്നല്ലോ. ലിസണിങ്, സ്പീക്കിംഗ്, റീഡിംഗ്, റൈറ്റിംഗ് ആൻഡ് തിങ്കിങ്. These are the various skills to be possessed by the sender and also the receiver. So listening is one of the most important skills to be possessed by the sender and the receiver. There are different types of listening based on the nature of listening. There are different types. പല തരത്തിലുള്ള listening ഉണ്ട്. First one is informational listening. Informational listening aims at gathering information only. അറിവ് നേടുന്നതിനായി നാം ഒരു പ്രസന്റേഷനോ എന്തെങ്കിലും ശ്രദ്ധിക്കുന്നു. ഒരു പ്രസന്റേഷൻ, ഫോർ എക്സാമ്പിൾ listening to a lecture by students in a class. ഒരു ക്ലാസ്സിൽ കുട്ടികൾ ഒരു ലെക്ചർ ശ്രദ്ധിക്കുന്നു. ഇപ്പോൾ നിങ്ങൾ എൻ്റെ പ്രസന്റേഷൻ ശ്രദ്ധിച്ചിരിക്കുന്നു. This is what is called informational listening. Your purpose is to gather information. ഏത് ഇൻഫർമേഷനും സ്വീകരിക്കുവാൻ തക്ക രീതിയിൽ മുൻവിധിയില്ലാതെ നിങ്ങൾ ലിസൺ ചെയ്യുന്നതിനെയാണ്, നമ്മൾ ആരും ലിസൺ ചെയ്യുന്നതിനെയാണ് informational listening. Speech by an audience, a radio listen by an ordinary man, all these are informational listening. The next one is emphatic listening. Emphatic listening is the listening to concentrate on a preferred area. So here the listener has certain priorities. With a prejudice, he is listening, he or she is listening. Aims at gathering the main points, certain preferred area. എനിക്ക് ചില മുൻവിധികളുണ്ട്, എനിക്ക് ചില പ്രയോറിറ്റീസ് ഉണ്ട്, പ്രിഫറൻസസ് ഉണ്ട്. ആ ഏരിയയിൽ ഞാൻ ശ്രദ്ധിക്കും, അത് കഴിഞ്ഞാൽ ശ്രദ്ധിക്കില്ല. ഇങ്ങനെയാണ് എംഫാറ്റിക് ലിസണിംഗ് എന്ന് പറയുന്നത്. ലിസണിംഗ് ബൈ ഗിവിംഗ് എംഫസിസ് ടു സർട്ടൻ ആസ്പെക്ട്സ് എന്നാണ്. ഫോർ എക്സാമ്പിൾ, എ പ്രസ് റിപ്പോർട്ടർ ലിസൺസ് ടു എ ലീഡേഴ്സ് സ്പീച്ച്. ഒരു ലീഡറിന്റെ സ്പീച്ച് ഒരു പ്രസ് റിപ്പോർട്ടർ കേൾക്കുന്നത് എങ്ങനെയാ, ശ്രദ്ധിക്കുന്നത്? കാരണം അദ്ദേഹത്തിന് താല്പര്യമുള്ള ചില ഭാഗം പറഞ്ഞാൽ അദ്ദേഹം എഴുതിയെടുക്കും പ്രസ് റിപ്പോർട്ടർ, പിറ്റേ ദിവസത്തെ പത്രത്തിലും വരും. പക്ഷേ തനിക്ക് ഇഷ്ടമില്ലാത്ത ഒരു ഏരിയയാണ് സംസാരിക്കുന്നതെങ്കിൽ അവിടെ അനങ്ങാതിരിക്കുക. ഒരു പ്രസ് റിപ്പോർട്ടർ അങ്ങനെയാണ്. ഒരു ടീച്ചർ പറയാണ്, പ്ലീസ് ലിസൺ ടു ദിസ് പോയിന്റ്, ഇറ്റ് ഈസ് ആൻ ഇമ്പോർട്ടന്റ് വൺ, ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടന്റ് ഫോർ യുവർ എക്സാമിനേഷൻ, സോ പ്ലീസ് ലിസൺ. ഇതിനൊക്കെ വെർബൽ മാർക്കേഴ്സ് നമ്മൾ വിളിക്കും. മാർക്കിങ് നമ്മൾ അണ്ടർലൈൻ ചെയ്യാന്നൊക്കെ പറയത്തില്ല. റിട്ടൺ ലാംഗ്വേജിൽ അണ്ടർലൈൻ ചെയ്യുക, ഷെയ്ഡ് ചെയ്യുക എന്നൊക്കെ പറയുന്നതാണ് മാർക്കേഴ്സ് എന്ന് പറയുന്നത്. എന്നാൽ നമ്മൾ സ്പോക്കൺ സംസാരത്തില് നമുക്കൊരിക്കലും അങ്ങനെ മാർക്കേഴ്സ് പറയാൻ പറ്റാത്തതുകൊണ്ട് നമ്മൾ പറയുന്ന ചില എംഫസൈസിങ് വേർഡ്സ് ആണ്. പ്ലീസ് ലിസൺ ടു ദിസ് കെയർഫുള്ളി, ഇറ്റ് ഈസ് എ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ. ഞാൻ നിങ്ങളോട് എക്സസൈസ് ചെയ്യിക്കുമ്പോൾ പറയത്തില്ലേ, ഇത് എക്സാമിന് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ് എന്ന് പറയുമ്പോൾ നമ്മളത് ചിലപ്പോൾ ഒരുപക്ഷെ നിങ്ങൾ അന്നേരം എഴുതിയെടുക്കും, അല്ലായെങ്കിൽ ഒരുപക്ഷെ പലരും എഴുതിയെടുക്കണമെന്നില്ല. ഇങ്ങനെയുള്ള ലിസണിങ്ങിന് പറയുന്ന പേരാണ് എംഫാറ്റിക് ലിസണിങ്. എന്നാൽ ഇൻഫോർമേഷൻ ലിസണിങ് എന്ന് പറഞ്ഞാൽ there is no prejudice, there is no priority, there is no emphasis. Any area, any information may please give me, I will be listening. എനിക്ക് ഏത് ഏരിയയും തന്നോ ഞാൻ ശ്രദ്ധയോടെ ഇരുന്ന് കേട്ടോളാമെന്ന് പറയുന്ന ലിസണിങ്ങിനാണ് ഇൻഫോർമേഷണൽ ലിസണിങ്. എന്നാൽ നമുക്ക് ചില മുൻവിധിയോടെ നമ്മൾ പോയിരിക്കും. ഒരു ഉദാഹരണം പറഞ്ഞാല്, റിസർച്ച് ചെയ്യുന്നവർ, നിങ്ങളിൽ റിസർച്ച് ചെയ്യുന്നവരൊക്കെ ഉണ്ടാവാം, PhD എടുത്തവരും ഇക്കൂട്ടത്തിലുണ്ടല്ലോ. അപ്പോൾ നമ്മളിപ്പോൾ ഒരു സെമിനാറിന് പോയി അറ്റൻഡ് ചെയ്യുന്നു.
ഇപ്പോഴൊക്കെ വെബിനാറാണ്, നേരത്തെ സെമിനാറിന് നമ്മൾ പോയി അറ്റൻഡ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ എടുത്ത ടോപ്പിക്കുമായി ബന്ധപ്പെട്ട ഒരു പേപ്പർ പ്രസന്റ് ചെയ്യുമ്പോൾ നമ്മൾ വളരെ ശ്രദ്ധയോടെ കേട്ടിരിക്കും, പോയിന്റ്സ് എല്ലാം എഴുതിയെടുക്കും. എന്നാൽ അടുത്തൊരു പേപ്പർ നമ്മൾ ചെയ്യുന്ന വർക്കുമായിട്ട് ഒരു ബന്ധവും ഇല്ലാത്ത ഒരു പേപ്പറാണ് പ്രസന്റ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കുകയില്ല. ശരിയല്ലേ? അപ്പൊ ഇതിനെയാണ് എംഫാറ്റിക് ലിസണിങ് എന്ന് പറയുന്നത്. ലിസണിങ് വിത്ത് എ പ്രയോറിറ്റി, വിത്ത് എ പ്രിഫറൻസ്, with an emphasis to certain preferred area. Okay. Next is evaluative listening. Evaluative listening. What do you mean by evaluative listening? Listening for the purpose of evaluating the authenticity of the idea presented. ഒരു ഐഡിയ, ഒരു ആശയം പ്രസന്റ് ചെയ്യുന്നതിന്റെ ഓതന്റിസിറ്റി ഇവാലുവേറ്റ് ചെയ്യാനായിട്ട് നടത്തുന്ന ലിസണിങ് ആണ്. ഫോർ എക്സാമ്പിൾ, ഒരു ജഡ്ജ് ലിസൺസ് ടു എ പ്രസന്റേഷൻ ഇൻ എ കോമ്പറ്റീഷൻ. ഫോർ എക്സാമ്പിൾ, an elocution competition or a recitation competition. 3 judges are listening to a particular recitation for the purpose of judging, marking, giving marks. മാർക്ക് ഇടാനായിട്ടിരിക്കുന്ന ഒരു ജഡ്ജ് ഒരു റെസിറ്റേഷൻ ശ്രദ്ധിക്കുമ്പോൾ ആ ശ്രദ്ധിക്കുന്നത് ഒരു ഇൻഫോർമേഷന് വേണ്ടിയല്ല, ഒരു പ്രിഫേർഡ് ഏരിയ വെച്ചുകൊണ്ട് ലിസൺ ചെയ്യുകയല്ല, ഇവാലുവേറ്റ് ചെയ്യാനായിട്ട്, അതിന്റെ ഓതന്റിസിറ്റി ഇവാലുവേറ്റ് ചെയ്യാനായിട്ട് നടത്തുന്ന തരത്തിലുള്ള ഒരു ഡിസ്കഷൻ, ഈ ലിസണിങ് ആണ് ഇവാലുവേറ്റീവ് ലിസണിങ് എന്ന് പറയുന്നത്. ഒരു ഡിബേറ്റ് നമ്മൾ ടി വിയിലൊക്കെ ഇപ്പോൾ ഓരോരോ ഇഷ്യൂസ് വരുമ്പോൾ ഓരോ ദിവസവും 3-4 പേരെ ഒന്നിച്ചിരുത്തി അവരെ ഒന്നിച്ച് നമ്മളെ കാണിച്ചുകൊണ്ട് അവരെ ഇങ്ങനെ ഓരോരുത്തരെ കൊണ്ട് സംസാരിപ്പിക്കും. അപ്പൊ നിങ്ങൾ ഒരാൾ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ നോക്കുക, മറ്റൊരാൾ അവിടെ ഇരുന്ന് അയക്ക് ചില തർക്കിക്കാൻ പറ്റുന്ന ചില ഇത് വരുമ്പോൾ അദ്ദേഹം എന്ത് ചെയ്യും, അതിനെ ചിലത് കുറിച്ച് വെച്ചുകൊണ്ട് തനിക്ക് ഡിഫെൻഡ് ചെയ്യാനായിട്ട് അത് നോട്ട് ചെയ്ത് വെക്കും. അപ്പൊ എന്താ ചെയ്യുന്നത്, ഈ ആള് പറയുന്ന ആശയത്തെ ഇവാലുവേറ്റീവ് ആണ്. അതിന്റെ മെറിറ്റ് എന്താണ്, ഡിമെറിറ്റ് എന്താണ്, എവിടെങ്കിലും എനിക്ക് തർക്കിക്കാനുണ്ടോ, കുറ്റപ്പെടുത്താനുണ്ടോ, അല്ലെങ്കിൽ എനിക്ക് ജസ്റ്റിഫൈ ചെയ്യാനുണ്ടോ എന്നൊക്കെ ഇങ്ങനെ വിലയിരുത്തുകയാണ് അടുത്ത ആള് ചെയ്യുന്നത്. അത്തരം ലിസണിങ്ങിന് പറയുന്ന പേരാണ് ഇവാലുവേറ്റീവ് ലിസണിങ്. ഒരു പ്രസന്റേഷന്റെ മൂല്യം വിലയിരുത്താൻ, അതിന്റെ പ്രോസ് ആൻഡ് കോൺസ് അനലൈസ് ചെയ്യാനായിട്ട് നടത്തുന്ന ലിസണിങ്ങിന് പറയുന്ന പേരാണ് ഇവാലുവേറ്റീവ് ലിസണിങ്. Then realistic listening. ഇത് നിങ്ങൾക്ക് കാണാൻ ഇച്ചിരി പ്രയാസം വരുന്നുണ്ട്, ഞാൻ നോക്കട്ടെ. Okay. Realistic listening. This listening is to ensure the practical utility or value. ഒരു പ്രാക്ടിക്കൽ യൂട്ടിലിറ്റി, whether it is practicable or not, അത് പ്രായോഗികമാണോ, ലിസണിങ് ബൈ തിങ്കിങ് ദ പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻ എന്ന് പറയും. വെദർ ഇറ്റ് ഈസ് പ്രാക്ടിക്കബിൾ, നമുക്ക് പ്രായോഗികമാക്കാവുന്നതാണോ ഇത്, വെദർ വി ക്യാൻ പുട്ട് ഇൻ ടു പ്രാക്ടീസ് ദിസ് വൺ. ഒരു കുട്ടി ടീച്ചറിനോട് ചോദിക്കുകയാണ്, സർ ഈസ് ഇറ്റ് പോസിബിൾ. ചില ഇമ്പോസിബിൾ ആയിട്ടുള്ള വലിയ കാര്യങ്ങൾ പറയുമ്പോൾ ചില കുട്ടികൾ ഇരുന്ന് ചിന്തിച്ചിട്ട് ചോദിക്കും, സർ ഈസ് ഇറ്റ് പോസിബിൾ, നടക്കുമോ സാർ, അതിങ്ങനെ ഒരു സാധാരണ ക്ലാസ് മുറിയിൽ നമുക്കത് നടക്കുമോ എന്ന് ചോദിക്കുന്നെങ്കിൽ ആ കുട്ടിയുടെ ലിസണിങ് ഒരു റിയലിസ്റ്റിക് ലിസണിങ് ആണ്. എ ക്ലർക്ക് ടു ദ ഓഫീസർ, സർ ദീസ് ആർ മൈ സജഷൻസ് ടു ദ പ്രോബ്ലം യു ഹാവ് ഹൈലൈറ്റഡ്. സർ, നിങ്ങൾ ചൂണ്ടിക്കാണിച്ച ആ പ്രോബ്ലത്തിന് ചില പരിഹാരങ്ങൾ, എന്റെ ചില നിർദ്ദേശങ്ങൾ സാർ ഞാൻ അങ്ങോട്ട് വെക്കുകയാണ്. അപ്പൊ നടക്കാൻ പറ്റുമോ എന്ന് സംശയിച്ച് ചില പ്രശ്നങ്ങൾ ഉന്നത ഉദ്യോഗസ്ഥർ അവതരിപ്പിച്ചപ്പോൾ ആ ഓഫീസറിനോട് ഒരു ക്ലർക്ക് പറയുകയാണ്, സർ ദീസ് ആർ മൈ സജഷൻസ് എന്ന് പറയുന്നെങ്കിൽ അദ്ദേഹത്തിന്റെ ലിസണിങ് അവിടെ റിയലിസ്റ്റിക് ലിസണിങ് ആയിരുന്നു. പ്രായോഗികവാദികൾ എന്ന് പറയത്തില്ല, റിയലിസ്റ്റ് എന്ന് പറയുമ്പോൾ പ്രായോഗികവാദം, നടക്കുന്ന കാര്യങ്ങൾ, നടക്കാൻ പറ്റുന്ന കാര്യങ്ങളെ അവര് പറയുകയുള്ളൂ. അപ്പൊ ആ ശ്രദ്ധയ്ക്ക് പറയുന്ന പേരാണ് റിയലിസ്റ്റിക്
ലിസണിങ്. ഈ 4 തരത്തിലുള്ള ലിസണിങ് ആണ്: ഇൻഫോർമേഷൻ ലിസണിങ്, എംഫാറ്റിക് ലിസണിങ്, ഇവാലുവേറ്റീവ് ലിസണിങ് ആൻഡ് റിയലിസ്റ്റിക് ലിസണിങ്. ഇതും ആണ് മനസ്സിലൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. ലിസണിങ് സ്കിൽസ് നമ്മൾ പറയുമ്പോൾ ചില കാര്യങ്ങൾ നമ്മളെ ലിസണിങ് നമ്മൾ നന്നായിട്ടൊരു സ്കിൽ പോലെ നമ്മളിൽ ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മൾ ചില എക്സ്പ്രഷൻസ് നമ്മൾ കാണിക്കും. അതായി ഇവിടെ കാണിച്ചിരിക്കുന്നത്. സിറ്റപ്പ്, നേരെ ഇങ്ങനെ ശ്രദ്ധയോടെ ഇരിക്കും. നമ്മൾ ചില കുഞ്ഞുങ്ങൾ അങ്ങ് പാസീവായിട്ട് അങ്ങ് ഇരിക്കുന്നത് കാണാം. എല്ലാവരും നേരെ ഇരുന്നേ, ടീച്ചർ പറയത്തില്ലേ, എവരിബഡി പ്ലീസ് സിറ്റപ്പ്. സിറ്റപ്പ് എന്ന് പറഞ്ഞാൽ എഴുന്നേൽക്കാനല്ല, ഒന്ന് ഉയർന്നിരുന്നേ എന്ന് പറയാം. സിറ്റപ്പ്, ഒന്ന് നേരെ ഇരുന്നേ എല്ലാവരും എന്ന് പറയുന്നത്. ലുക്ക് ഇൻട്രസ്റ്റഡ്, ഒന്ന് താല്പര്യത്തോടെ നോക്കുക. നമുക്കറിയാം നമ്മുടെ സ്റ്റുഡൻസിന്റെ ഒക്കെ when we look into the face of the students we can understand that whether he is listening or not. അല്ലെ, മിക്കവാറും ഫേഷ്യൽ എക്സ്പ്രഷൻസ് ഒക്കെ നമ്മൾ പറയുന്നതിനനുസരിച്ച് ലീൻ ഫോർവേഡ്, ഇങ്ങനെ മുമ്പോട്ടൊന്ന് ചാഞ്ഞിരിക്കും. ലിസൺ ചെയ്യണം. ആക്ട് ഇൻട്രസ്റ്റഡ്, താല്പര്യത്തോടെ ഇങ്ങനെ കൈയൊക്കെ ചലിപ്പിക്കുക, ഇങ്ങനെ കൈ എസ് ടീച്ചർ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ കാണിക്കുക. നോഡ് യുവർ ഹെഡ് ടു ഷോ ദാറ്റ് യു ആർ ട്യൂൺഡ് ഇൻ. ഓരോന്ന് പറയുമ്പോഴും നമ്മളിങ്ങനെ ശരിയാ തല കൊടുക്കുക, സമ്മതിക്കുക ഒക്കെ ചെയ്യുന്നത്. നോഡിങ് ഹെഡ് വളരെ പ്രധാനപ്പെട്ടതാണ് കേട്ടോ. ട്രാക്ക് ദ സ്പീക്കർ വിത്ത് യുവർ ഐസ്. കണ്ണ് ഐ കോണ്ടാക്ട് എന്ന് പറയും. ലിസണിങ്ങിന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു മുഖത്ത് നോക്കി സംസാരിക്കുക. ടീച്ചർ ചില കുഞ്ഞുങ്ങൾ കുനിഞ്ഞു നിൽക്കുന്നുണ്ട്, ടീച്ചർ പറയത്തില്ലേ എന്റെ മുഖത്ത് നോക്കിക്കേ. ചില കള്ളത്തരങ്ങൾ പറയാൻ വരുമ്പോ കുഞ്ഞുങ്ങൾ താഴേക്ക്, കുഞ്ഞുങ്ങൾ തന്നെയല്ല നമ്മളൊക്കെ ആണെങ്കിലും മുഖത്ത് നോക്കാൻ മടിക്കും. അപ്പം നമ്മൾ പറയും എന്റെ മുഖത്ത് നോക്കിയേ. പേരൻസ് ആണെങ്കിലും പറയും കുഞ്ഞുങ്ങളോട്, എന്റെ മുഖത്ത് നോക്കിയേ, നിന്നെ ഒന്ന് കാണട്ടെ, നീ കള്ളത്തരം പറയാമെന്ന് അറിയട്ടെ എന്ന് പറയുന്ന പോലെ അല്ലേ. ട്രാക്കിംഗ് ദ സ്പീക്കർ വിത്ത് യുവർ ഐസ്. ഓൾ ദീസ് ആർ some expressions and gestures showing that we are actively listening. നമ്മൾ ലിസൺ ചെയ്യാണ് എന്ന് മനസ്സിലാക്കാനായിട്ട്. There are certain components of listening. ലിസണിങ്ങിന്റെ സബ് കമ്പോണൻസ് ആണ് ഇവിടെ പറയുന്നത്. ഹിയറിംഗ്, നമ്മൾ കേൾക്കണം. കേൾക്കുന്നില്ല എങ്കിൽ ലിസണിങ് ആണെന്ന് പറയാൻ പറ്റില്ല. ഹിയറിംഗ് അവിടെ ഉണ്ടാവണം. അറ്റൻഡ് ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മൾ അങ്ങോട്ട് ശ്രദ്ധ കൊടുക്കുക എന്നാണ്. അറ്റൻഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ശ്രദ്ധ കൊടുക്കുക. വാച്ചിങ് എന്ന് പറഞ്ഞാലും അങ്ങനെ തന്നെയാണ്. വാച്ച് ചെയ്യുന്നു. റെക്കഗ്നൈസിങ്, തിരിച്ചറിയുന്നു. പല കാര്യങ്ങളും ഇങ്ങോട്ട് പറയുമ്പോൾ അത് തിരിച്ചറിയുന്നു, ശ്രദ്ധിക്കുന്നതിന്റെ ലക്ഷണമാണ്. റെസ്പോണ്ടിങ്, തിരിച്ച് മറുപടി പറയുന്നു, പ്രതികരിക്കുന്നു. റെസ്പോണ്ടിങ് എന്ന് പറഞ്ഞാൽ വേർഡ്സ് വെർബലായിട്ട് വേണമെന്നില്ല, നോൺ വെർബലി മതി. അതാ നോഡിങ് ദ ഹെഡ് എന്നൊക്കെ പറയുന്നു. നമ്മൾ റെസ്പോണ്ട് ചെയ്യുന്നു. ഇതെല്ലാം ലിസണിങ്ങിന്റെ കമ്പോണന്റ് ആണ്. ഹിയറിംഗ്, അറ്റൻഡിങ്, വാച്ചിങ്, റെക്കഗ്നൈസിങ്, റെസ്പോണ്ടിങ് എല്ലാം കമ്പോണൻസ് ഓഫ് ലിസണിങ് ആണ്. എന്നാൽ ലിസണിങ്ങിന്റെ കമ്പോണന്റ് വിച്ച് ഓഫ് ദ ഫോളോയിങ് ആർ നോട്ട് ദ കമ്പോണന്റ് ഓഫ് ലിസണിങ് എന്ന് ചിലപ്പോൾ ചോദിക്കാം. അന്നേരം ഹിയറിംഗ്, അറ്റൻഡിങ്, വാച്ചിങ് കഴിഞ്ഞിട്ട് റീഡിങ് എന്ന് കൊടുക്കും. റീഡിങ് അടുത്തൊരു കമ്പോണന്റ്. ലിസണിങ്, സ്പീക്കിംഗ്, റീഡിങ്, റൈറ്റിംഗ് ആൻഡ് തിങ്കിങ് എല്ലാത്തിലും ഉള്ളതാണ്. പക്ഷെ ലിസണിങ്ങിന്റെ അല്ലാത്ത കമ്പോണന്റ് ചോദിച്ചാൽ റീഡിംഗ് എന്നോ റൈറ്റിംഗ് എന്നോ സ്പീക്കിംഗ് എന്നൊക്കെ പറഞ്ഞാൽ വേറെ കമ്പോണന്റ് ആണ്. ലിസണിങ്ങിന്റെ കമ്പോണന്റ് അല്ല എന്നുള്ളത് ഓർത്തിരിക്കുക. അത് സെപ്പറേറ്റ് സ്കില്ലാണെന്നുള്ളത് ഒന്ന് ഓർത്തിരിക്കുക. ഞാൻ ക്വസ്റ്റ്യൻസ് പറയുമ്പോൾ അത് നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഓക്കെ, ദീസ് ആർ the things to be remembered for listening. Now we go to barriers of communication. Barriers, തടസ്സങ്ങൾ എന്താണെന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ ബാരിയേഴ്സ് എന്താണെന്ന് പറഞ്ഞു തന്നു. ഇനി അതിന്റെ കുറച്ച് വിശദാംശങ്ങളാണ് നമ്മൾ ഇന്ന് പഠിക്കേണ്ടത്. ബാരിയർ മീൻസ് obstacle or hindrances in the way of sending the message. മെസ്സേജ് സെൻഡ് ചെയ്യുമ്പോൾ അനുഭവപ്പെടുന്ന തടസ്സങ്ങൾക്ക് പറയുന്ന പേരാണ് ഈ മതില് പോലെ. ഇപ്പൊ ഒരാള് സംസാരിക്കുന്ന അതിന്റെ ഇടയ്ക്ക് ഒരു മതില് പോലെ അവിടെ തടസ്സം സൃഷ്ടിക്കുന്ന ഒരു ഇതിനെയാണ് നമ്മൾ ബാരിയർ എന്ന് വിളിക്കുന്നത്. അപ്പൊ ഏതെല്ലാം തരത്തിലുള്ള ബാരിയേഴ്സ് ഉണ്ട്? ബാരിയേഴ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ആർ ദോസ് ഫാക്ടേഴ്സ് which produce obstacles in the way of sending message to the receiver.
There are different types of barriers. First one is physical barrier. Physical barrier എന്ന് പറഞ്ഞാൽ environment related barrier എന്നാണ്. Environment related, അതായത് external to the individual ആണ്. വ്യക്തിക്ക് അതിൽ കൺട്രോൾ വളരെ കുറവായിരിക്കും. മനസ്സിലായില്ലേ? ഇപ്പൊ കഴിഞ്ഞ ദിവസം എനിക്ക് ക്ലാസ് അവസാനിപ്പിച്ചപ്പോ നമ്മള് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് തന്നെ എന്റെ നെറ്റ് കംപ്ലീറ്റ് പോയി. ഇവിടെ മഴ, ഒരു ഇടിയൊക്കെ വെട്ടിയായിരുന്നു. അപ്പൊ ആ നെറ്റ് പോയി. അതുകൊണ്ട് എനിക്ക് കണ്ടിന്യൂ ചെയ്യാൻ പറ്റിയില്ല. ഓക്കെ, അതിന്റെ ബാക്കി ഞാൻ ഇന്ന് നിങ്ങൾക്ക് ചെയ്യിപ്പിക്കുന്നുണ്ട്. ഓക്കെ, അതവിടെ നിൽക്കട്ടെ. അതൊരു തടസ്സമായിരുന്നു. നെറ്റ് കണക്ടിവിറ്റി എന്ന് പറയുന്നത് ഒരു പ്രോബ്ലമാണ്. നോയ്സ് ആണ് the strongest barrier. Which is the strongest physical barrier in communication ചോദിച്ചാൽ physical barrierൽ സ്ട്രോങ്ങസ്റ്റ് എപ്പോഴും നോയ്സ് ആണ്. നോയ്സ്. ഇലക്ട്രിസിറ്റി പ്രോബ്ലം പ്രശ്നമാണ് എങ്കിൽ പോലും നമുക്ക് ഇലക്ട്രിസിറ്റി ഇല്ലാതെയും ഒരു പരുവത്തിന് നമുക്ക് കമ്മ്യൂണിക്കേഷനൊക്കെ ആകാം. ചില കുറെ ടെക്നിക്കൽ പ്രോബ്ലംസ് ഉണ്ട്, മെസ്സേജ് ഓവർലോഡ് ഉണ്ട്, അൺഫേവറബിൾ ക്ലൈമറ്റ് ഒക്കെ വന്നാൽ ഈ നോയ്സ് എന്ന് പറയുന്നതിനെയാണ് നമ്മൾ സ്ട്രോങ്ങസ്റ്റ് ബാരിയർ എന്ന് കൊടുക്കുന്നത്. ഇപ്പൊ പരീക്ഷ എക്സാമിന് ചോദിക്കും വിച്ച് അമംഗ് ദ ഫോളോയിങ് ഈസ് ദ സ്ട്രോങ്ങസ്റ്റ് ബാരിയർ എന്ന് ചോദിച്ചാൽ അതിനകത്ത് നോയ്സ് എന്നൊരു ഐറ്റം ഉണ്ടെങ്കിൽ നമ്മൾ നോയ്സ് ആണ് നോർമലി പറയുന്നത്. മറ്റുള്ളതിന് ഇഫക്റ്റ് ഇല്ല എന്നർത്ഥമില്ല, എങ്കിലും തമ്മിൽ നോയ്സിനാണ്. നോയ്സ് വരുമ്പോഴത്തേക്ക് അങ്ങ് ബഹളവും ശല്യവും ശബ്ദങ്ങളും ഒക്കെ വരുമ്പോൾ നമുക്ക് ഒരു തരത്തിൽ കമ്മ്യൂണിക്കേഷൻ കിട്ടാതെ വരുന്നു എന്നുള്ളതാണ്. ഇത് എക്സ്റ്റേണൽ ടു ദ ഇൻഡിവിജ്വൽ ആണ്. ഇലക്ട്രിസിറ്റി പോയി, നെറ്റ് പോയി എന്നൊക്കെ പറയുന്നത് individual has no control over these barriers because these are external to the individual. That is why it is called environment related barrier. These barriers arise due to mechanical failures or disturbances. Geographical distances. ഇപ്പൊ നമ്മൾ അമേരിക്കയിലേക്കൊക്കെ വിളിക്കുകയാണെങ്കിൽ കുറേയേറെ ബുദ്ധിമുട്ടായിരിക്കും. ഒത്തിരി ഡിലേഡ് ആയിട്ടാണ് നമുക്ക് വോയിസ് ഒക്കെ കേൾക്കാൻ പറ്റുന്നത്. ഒത്തിരി പ്രയാസങ്ങളുണ്ടാകും. അതുകൊണ്ട് അത് ഡിസ്റ്റൻസ് കൂടുന്തോറും പ്രശ്നങ്ങളുണ്ട്. ടെക്നോളജിക്കൽ മാൽ ഫങ്ഷൻസ്, ഇംപ്രോപ്പർ ടൈം ഓഫ് കമ്മ്യൂണിക്കേഷൻ എല്ലാം തന്നെ ബാരിയറാണ്. പിന്നെ നിങ്ങൾ മെസ്സേജ് ഓവർലോഡ് എന്ന് പറയുന്നത് എന്താണ്? ഈ മെസ്സേജ് ഓവർലോഡ്, ഓവർലോഡഡ് മെസ്സേജ് എന്ന് പറയുന്നത് ഒരേ സമയത്ത് ഒന്നിലേറെ ധാരാളം മെസ്സേജുകൾ ഇങ്ങനെ ഒന്നിച്ചങ്ങ് സെൻഡ് ചെയ്യുക, ഒന്നിച്ച് പറഞ്ഞു കൊടുക്കുക. മനസ്സിലായില്ലേ? ഇപ്പം നമ്മള് ചില സമയത്ത് നെറ്റിന്റെ കണക്ടിവിറ്റി ഒരുപാട് പ്രശ്നമായിരിക്കും. നമ്മൾ ഈ അക്ഷയയിലൊക്കെ ചെല്ലുമ്പോൾ, ഞാൻ ഈ ഇടയ്ക്ക് ഒരു ആവശ്യത്തിന് വേണ്ടി അടുത്തുള്ള ഒരു അക്ഷയായി ചെന്നപ്പോൾ ഒരു ഉച്ച സമയത്താണ് ചെന്നത്. 11 മണി 12 മണിയോടെ അടുത്ത സമയത്താണ് ചെന്നത്. അപ്പൊ അവർ നോക്കിയിട്ട് ഒത്തിരി പ്രശ്നമാണ് നെറ്റിന്. എല്ലാവരും കയറി ഇങ്ങനെ ചെയ്യുന്ന ഒരു സമയമാണ്. അതാണ് മെസ്സേജ് ഓവർലോഡ് എന്ന് പറയുന്നത്. അവര് 11 മണി വരെ അവിടെ ഉണ്ട്. രാത്രി 11 മണി വരെ ഉണ്ട്. അപ്പൊ എന്നോട് പറഞ്ഞു, സാർ ഒരു കാര്യം ചെയ്യുക, സാർ ഒരു 9 മണിക്ക് ഇഞ്ഞു വാ, പെട്ടെന്ന് ചെയ്തു തന്ന് വിടാം, ഇവിടെ ആരും കാണത്തുമില്ല, ആ സമയത്ത് നെറ്റ് ഫ്രീ ആണെന്ന് പറഞ്ഞു. ഞാനൊരു 9:15 അവിടെ ചെന്നു. 10 മിനിറ്റ് പോലും എടുത്തില്ല ചെയ്തു തരാൻ. ആ സമയത്ത് 1 മണിക്കൂർ എടുക്കും മറ്റേ ചെയ്യാൻ. ഓരോന്ന് സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്യുമ്പോഴത്തേക്ക് ഒരുപാട് താമസം വരുന്നു. ഇതിനെയാണ് ടു മച്ച് മെസ്സേജ് ഈസ് put upon simultaneously എന്ന് പറയുന്നു. ഇതുപോലെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഈ ക്ലാസ് മുറിയിലെ മെസ്സേജ് ഓവർലോഡ് എന്ന് പറയും. കുട്ടികൾക്ക് അസൈൻമെന്റ് കൊടുക്കുന്നത്. ഓരോ അധ്യാപകരും ചില ദിവസം വന്ന് 4ഉം 5ഉം അസൈൻമെന്റ് ആണ് അല്ലെങ്കിൽ വർക്കാണ് ടീച്ചേഴ്സ് കൊടുത്തിട്ട് പോകുന്നത്. എല്ലാം നാളെ കൊണ്ടുപോവാ അല്ലെ മറ്റന്നാളിൽ കൊണ്ടുപോവാന്ന് പറയുകയും ചെയ്യും. ചിലപ്പോൾ നെക്സ്റ്റ് വീക്കിൽ ആരും അസൈൻമെന്റ് കൊടുത്തില്ലെന്നും ഇരിക്കും. അപ്പൊ ഇങ്ങനെ ചില സമയത്ത് വരുന്ന മെസ്സേജുകൾ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് സഹിക്കാൻ പറ്റാത്തതാണ്. മനസ്സിലായില്ലേ? അതുകൊണ്ട് അധ്യാപകരാകാൻ പോകുന്ന നമ്മളും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഈ അസൈൻമെന്റുകളൊക്കെ കൊടുക്കുമ്പോൾ മറ്റുള്ളവര് അസൈൻമെന്റ് കൊടുത്തിട്ടുണ്ടോ, വേറെ ഏതെങ്കിലും പറഞ്ഞിട്ടുണ്ടോ, ഉണ്ടെങ്കിൽ ഓക്കെ 2 ദിവസം കഴിഞ്ഞ് ചെയ്താൽ മതി, അല്ലെ ഒരാഴ്ച കഴിഞ്ഞ് നെക്സ്റ്റ് വീക്കിൽ സബ്മിറ്റ് ചെയ്താൽ മതി എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഡിവൈഡ് ചെയ്തൊക്കെ നമുക്ക് കൊടുക്കാനായിട്ട് കഴിയണം. ഇല്ലെങ്കിൽ മെസ്സേജ് ഓവർലോഡ് എന്ന് പറയുന്ന ഒരു ബാരിയർ ആയിട്ടാണ് പ്രവർത്തിക്കുന്നത്. ബാരിയറാണ്, കാരണം പഠനത്തെ അത് തടസ്സപ്പെടുത്തും എന്നുള്ളത് ഓർക്കണം. ഓക്കെ, ദീസ് ആർ ഓൾ ഫിസിക്കൽ ബാരിയേഴ്സ്. ഇതാണ് ഫിസിക്കൽ ബാരിയേഴ്സ് എന്ന് പറയുന്നത്. പവർ ഓഫ് വൈൽ വർക്കിംഗ്, അൺവാണ്ടഡ് സൗണ്ട് വൈൽ മീറ്റിംഗ്,
നെറ്റ്വർക്ക് ഡൗൺ വയൽ മെയിലിംഗ്, ഇതൊക്കെ ചെയ്യുമ്പോഴെല്ലാം തന്നെ നമുക്ക് ഫിസിക്കൽ ബാരിയേഴ്സ് എന്ന് പറയും. നെക്സ്റ്റ് ഈസ് ഫിസിയോളജിക്കൽ ബാരിയേഴ്സ്. ഫിസിയോളജിക്കൽ എന്ന് പറഞ്ഞാൽ സൈക്കോളജിക്കൽ അല്ല, ഫിസിയോളജിക്കൽ എന്ന് പറഞ്ഞാൽ ബോഡി റിലേറ്റഡ് ആയിട്ടുള്ള ബാരിയർ ആണ്, ശാരീരികമായ തടസ്സങ്ങൾ. മറ്റേത് എൻവയൺമെന്റ് റിലേറ്റഡ് ആയിരുന്നു, പരിസ്ഥിതി സംബന്ധിച്ച ചുറ്റുപാട് സംബന്ധിച്ചുള്ള തടസ്സങ്ങളാണ്. ഇതെങ്കിൽ ഇത് ശരീരം സംബന്ധിച്ച ശാരീരികമായ തടസ്സങ്ങൾ. ഹെറിഡിറ്റി ലിമിറ്റേഷൻസ് ആർ ദ മേജർ കോസസ് ഓഫ് ദീസ് ബാരിയേഴ്സ്. അപ്പൊ നമ്മളോട് ചോദിക്കുക, വിച്ച് അമംഗ് ദ ഫോളോയിങ് ഈസ് ദ മേജർ കോസ് ഓഫ് ഫിസിയോളജിക്കൽ ബാരിയർ? അപ്പൊ അതിനകത്ത് ഹെറിഡിറ്റി ലിമിറ്റേഷൻസ് എന്ന് കാണും. ആ ഹെറിഡിറ്റി ലിമിറ്റേഷൻസോ ഫിസിക്കൽ ഡിസബിലിറ്റീസോ ഒക്കെ ആണ് ഫിസിയോളജിക്കൽ ബാരിയറിന്റെ പ്രധാന കോസ് എന്ന് പറയുന്നത്. ഫിസിക്കൽ ഡിസബിലിറ്റീസ് ഉണ്ട്, സ്പീച്ച്, ഹിയറിംഗ് ഓർ വിഷൻ പ്രോബ്ലംസ് ഉള്ളവരുണ്ട്. നമുക്കറിയാം ചില കുട്ടികൾ ബോർഡിൽ നമ്മൾ എഴുതിയ കാര്യങ്ങൾ ഇങ്ങനെ വല്ലാതെ കണ്ണൊക്കെ ഇറുക്കി പിടിച്ചും ചരിഞ്ഞും തിരിഞ്ഞും ഒക്കെ നോക്കുന്ന കണ്ടാൽ മനസ്സിലാക്കിക്കൊള്ളണം വിഷൻ പ്രോബ്ലം എന്തെങ്കിലും കാണും. അപ്പൊ ചോദിച്ച് മനസ്സിലാക്കിയിട്ട് തൽക്കാലത്തേക്ക് ആ കുട്ടിയെ കുറച്ച് മുന്നോട്ട് കൊണ്ട് ഇരുത്താൻ കഴിയണം. എന്നിട്ട് വീട്ടിൽ പോയി കണ്ണ് ടെസ്റ്റ് ചെയ്യണം എന്നൊക്കെ നമ്മൾ പറയേണ്ടി വരും. കാരണം കുട്ടികൾക്ക് ഏത് സമയത്തും ഇങ്ങനെയുള്ള പ്രോബ്ലംസ് ഒക്കെ ഉണ്ടാകാം. അപ്പൊ അതൊക്കെ നമ്മൾ ശ്രദ്ധിച്ച് അതിനനുസരിച്ച് വേണം അവരെ ഇരുത്തുവാനും ഒക്കെ. ഡിസീസസ്, ഫറ്റീഗ്, ക്ഷീണം, ഹൈറ്റ്, വെയിറ്റ് പ്രോബ്ലംസ്, ഇതൊക്കെ ബോഡിയുടെ ഒക്കെ പ്രശ്നങ്ങളൊക്കെ അവർക്കുള്ളവരുണ്ട്. അതെല്ലാം തന്നെ ഫിസിയോളജിക്കൽ ബോഡി റിലേറ്റഡ് ബാരിയർ ആണ്. രോഗങ്ങള്, ക്ഷീണം, ഇതെല്ലാം അതിനകത്ത് വരുന്നതാണ്. ഓക്കെ, ദെൻ സൈക്കോളജിക്കൽ ബാരിയേഴ്സ് എന്ന് പറയും. സൈക്കോളജിക്കൽ ബാരിയേഴ്സ് എന്നാൽ മൈൻഡ് റിലേറ്റഡ് ബാരിയേഴ്സ് ആണ്. മാനസികമായ തടസ്സങ്ങൾ, മാനസികമായ തടസ്സങ്ങളും പ്രയാസങ്ങളെയുമാണ് സൈക്കോളജിക്കൽ ബാരിയേഴ്സ് എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് ഇന്റേണൽ ടു ദ ഇൻഡിവിജ്വൽ. അത് ഉള്ളിലാണ്, ബോഡിയിലുള്ളതാണെങ്കിൽ തന്നെ പിന്നെയും കുറച്ചുകൂടെ നമുക്ക് ഇത് ഇന്റേണൽ ആണ്. ലാക്ക് ഓഫ് ഇൻട്രസ്റ്റ്, അൺഫേവറബിൾ ആറ്റിറ്റ്യൂഡ്, ടെൻഷൻ, ഫിയർ, ഡിപ്രഷൻ, ഇമോഷണൽ ഇംബാലൻസ്, ലാക്ക് ഓഫ് കോൺഫിഡൻസ്, സൈക്കോളജിക്കൽ പ്രോബ്ലംസ് എക്സെട്ര. ഇതെല്ലാം ഒന്ന് മനസ്സിലാക്കിയിരുന്നാൽ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ സൈക്കോളജിക്കൽ ബാരിയർ എന്ന് ചോദിക്കും. ഇപ്പൊ നോയിസ്, അൺഫേവറബിൾ ക്ലൈമറ്റ്, ഇമോഷണൽ ഇംബാലൻസ്, ഡിസീസസ്. ഡിസീസസ് എന്ന് പറഞ്ഞാൽ ബോഡി റിലേറ്റഡ് ആണ്, ഫിസിയോളജിക്കൽ ആണ്. നോയിസും അൺഫേവറബിൾ ക്ലൈമറ്റ് എന്ന് പറഞ്ഞാൽ ഫിസിക്കൽ ബാരിയർ ആണ്. ഇമോഷണൽ ഇംബാലൻസ് എന്ന് പറയുന്നതാണ് സൈക്കോളജിക്കൽ ബാരിയർ. അപ്പൊ ഇതൊക്കെ ഒന്ന് ഓർത്തിരുന്നാൽ നമുക്ക് പരസ്പരം അത് മനസ്സിലാക്കാം. ലാക്ക് ഓഫ് കോൺഫിഡൻസ്, സൈക്കോളജിക്കൽ പ്രോബ്ലംസ്, മെന്റൽ പ്രോബ്ലംസ് ഒക്കെ ഉള്ളവർക്കും എല്ലാം തന്നെ ഇത് തടസ്സമായിട്ട് നിൽക്കും എന്നുള്ളതാണ്. ലാക്ക് ഓഫ് ഇൻട്രസ്റ്റ് വളരെ പ്രധാനപ്പെട്ടതാണ്. അൺഫേവറബിൾ ആറ്റിറ്റ്യൂഡ്, താല്പര്യമില്ലായ്മ. കുട്ടികൾക്ക് പഠനത്തോട് താല്പര്യമില്ലായ്മ എന്ന് പറയുന്നത് ബോറടിക്കുന്നു, എനിക്ക് താല്പര്യമില്ല പഠിക്കാൻ, എനിക്ക് ഇൻട്രസ്റ്റ് ഇല്ല എന്ന് പറയുന്നതാണ് ഒന്നാമത്തെ പ്രശ്നം. കുട്ടികൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. തീർച്ചയായിട്ടും അത് നമ്മൾ എംഫസൈസ് ചെയ്യേണ്ടതാണ്. ഇവിടെ ആങ്കർ, ആങ്ഷൈറ്റി, ഫ്രസ്ട്രേഷൻ, ഇനബിലിറ്റി ടു പുട്ട് അക്രോസ് ഐഡിയാസ്, സ്റ്റേറ്റസ് ഡിഫറൻസ്, പ്രെജുഡീസ്, ഇങ്ങനെയൊക്കെ പറഞ്ഞുള്ള ഇതെല്ലാം തന്നെ മൈൻഡ് റിലേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലംസ് ആണ്. അതിനെ സൈക്കോളജിക്കൽ ബാരിയേഴ്സ് എന്ന് വിളിക്കും. Then another important barrier is semantic barrier. ഞാൻ സൂചന തന്നെന്ന് തോന്നുന്നു. Semantic barrier, that is language related barrier. ഭാഷ സംബന്ധമായിട്ടുള്ള ബാരിയർ ആണ്. Semantic means science of meanings. അർത്ഥം സംബന്ധിച്ച ഓരോ വാക്കുകളുടെ, ഭാഷയിലെ വാക്കുകളുടെ അർത്ഥം സംബന്ധിച്ച ഒരു ശാസ്ത്രമാണ് സെമാൻറ്റിക് എന്ന് പറയുന്നത്. അപ്പൊ സെമാൻറ്റിക് ബാരിയർ എന്ന് പറഞ്ഞാൽ language related barrier, defective translations, misinterpretations of words, because a word may be having several meanings. Ignorance about these meanings can cause problems, hence they act as barriers in communication. ഒരുപാട് തെറ്റിദ്ധാരണകൾ, മിസ്അണ്ടർസ്റ്റാൻഡിങ്, മിസ്ഇന്റർപ്രിട്ടേഷൻസ് എല്ലാം ഉണ്ടാകുന്നത് ഡിഫക്റ്റീവ് ലാംഗ്വേജ് ട്രാൻസ്ലേഷൻസ്, lack of knowledge in language, lack of fluency, etc. are semantic barriers. Semantic എന്ന് പറയുമ്പോൾ തന്നെ ലാംഗ്വേജ് എന്ന് ഓർത്താൽ മതി, ഭാഷ സംബന്ധിയായ. കാരണം ഒരേ വാക്കിന് പലതരത്തിലുള്ള മീനിങ്സ് കാണും.
അത് ഓർക്കാതെ നമ്മൾ ഏതെങ്കിലും ഒരു മീനിങ് മാത്രം വെച്ചുകൊണ്ട് ഒരു വാക്ക് ആരോടെങ്കിലും പറഞ്ഞാൽ ഒരുപക്ഷെ അതിന്റെ അടുത്ത മീനിങ് ആയിരിക്കും അദ്ദേഹം ധരിക്കുന്നത്. അപ്പൊ അതാണ് തെറ്റിദ്ധാരണ എന്ന് പറയുന്നത്, മിസ്അണ്ടർസ്റ്റാൻഡിങ് അല്ലെങ്കിൽ മിസ്ഇന്റർപ്രിട്ടേഷൻ എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും അതൊരു നമുക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാൻ ഇടയുണ്ട്. കാരണം കമ്മ്യൂണിക്കേഷനിൽ അത് തെറ്റായിട്ട് ബാധിക്കാം. ഓക്കെ, അതുകൊണ്ട് നമ്മൾ ഭാഷ നന്നായിട്ട് കൈകാര്യം ചെയ്യാൻ പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുക. ഇല്ലെങ്കിൽ സംഭവിക്കുന്നതാണ് സെമാന്റിക് ബാരിയർ. ജാർഗൺ ഓർ സ്പെഷ്യലിസ്റ്റ് ലാംഗ്വേജ്, ചിലർ കടുകട്ടിയായ വാക്കുകളും ഒക്കെ ഉച്ചരിച്ചുകൊണ്ട് സംസാരിക്കും. അതൊരു പക്ഷേ മറ്റേ ആളിന് മനസ്സിലാകണമെന്നില്ല. പിന്നെ മൊണോട്ടണസ് വോയിസ്, ഇൻഅപ്രോപ്രിയേറ്റ് ടോൺ, ഹെസിറ്റന്റ് മാനറിസം വളരെ പ്രധാനപ്പെട്ടതാണ്. നമ്മൾ ഭാഷയിലൂടെ സംസാരിക്കുമ്പോൾ നമ്മുടെ ഫേഷ്യൽ എക്സ്പ്രഷൻ വളരെ എന്താണ് പറയുന്നത്, വളരെ പ്ലീസിങ് ആയിരിക്കണം. ഓക്കെ, അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഓക്കെ, then badly organized material, ഈ ഭാഷയുടെ ആ വാക്കുകൾ സെന്റൻസസ് എല്ലാം വല്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും ഡിഫക്റ്റീവ് ആയിട്ടിട്ട് കോംപ്ലക്സ് സെന്റൻസസ്, കോംപ്ലക്സ് വൊക്കാബുലറി, വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള സെന്റൻസുകൾ, കോംപ്ലക്സ് ആയിട്ടുള്ള വെക്കാബുലറി ഒക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ അതും ഈ ബാരിയർ ആയിട്ട് വരും. ഡെലിവറി, ടു ഫാസ്റ്റ് ഡെലിവറി, വളരെ വളരെ പെട്ടെന്ന് സ്പീഡിൽ പറഞ്ഞു പോവുക. ടു സ്ലോ ആയാലും പ്രശ്നമാണ്. ഡെലിവറി ടു ലൗഡ്, ടു ക്വയറ്റ്, വളരെ ഉച്ചത്തിൽ പറയുന്നതും വളരെ എന്താ പറയുക ശബ്ദം വളരെ ഫീബിൾ ആയിട്ട് പറയുന്നതും എല്ലാം തന്നെ ബാരിയർ ആയിട്ട് വരും. കുട്ടികൾക്കത് ഒരു മോഡറേറ്റ് ശബ്ദത്തിൽ മിതമായ വോയിസില് അവർക്ക് കേൾക്കത്തക്ക ഓഡിബിൾ എന്നേ ഉള്ളൂ, കേൾക്കണം. ഓഡിബിൾ ടു ദ ലാസ്റ്റ് സ്റ്റുഡന്റ്, അതാണ് നമ്മുടെ കറക്റ്റ് ശബ്ദം എന്ന് പറയുന്നത്. അപ്പൊ ഏതായാലും നമ്മളത് ശ്രദ്ധയോടെ കേൾക്കണം. ഓക്കെ, ഇതാണ് ബാരിയേഴ്സിനെ കുറിച്ച് ഞാൻ പറഞ്ഞത്. സെമാന്റിക് ബാരിയർ എന്ന് പറഞ്ഞാൽ ലാംഗ്വേജ് റിലേറ്റഡ് ബാരിയർ ആണ്, ഓർത്തിരിക്കുക. ഇനി ഫാക്ടേഴ്സ് ഓഫ് effective classroom communication. These are the various factors of effective classroom communication. Principle of clarity, development of motivation, two-way communication, effective use of feedback, use of proper technology, use of best teaching strategies. Okay, എല്ലാം വളരെ പ്രധാനപ്പെട്ടതാണ്. പ്രിൻസിപ്പിൾ ഓഫ് ക്ലാരിറ്റി, ക്ലാസ് റൂം കമ്മ്യൂണിക്കേഷൻ ഇഫക്റ്റീവ് ആക്കാനും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഘടകങ്ങളാണ്. പ്രിൻസിപ്പിൾസ് ടു ബി റിമെമ്പേർഡ് ടു മേക്ക് അവർ ക്ലാസ് റൂം കമ്മ്യൂണിക്കേഷൻ ഇഫക്റ്റീവ്. ദർ ഈസ് പ്രിൻസിപ്പിൾ ഓഫ് ക്ലാരിറ്റി. ദ പ്രസന്റേഷൻ ഷുഡ് ബി ക്ലിയർ ആയിരിക്കണം. വിത്തൗട്ട് എനി ബാരിയർ എന്ന് പറയുന്നത്, ബാരിയർ ഇല്ലാതെ, തടസ്സങ്ങളില്ലാതെ, പ്രശ്നങ്ങളൊന്നുമില്ലാതെ ക്ലിയർ ആയിട്ട് അവതരിപ്പിക്കാൻ ശ്രദ്ധിക്കണം. Then development of motivation. ഇടയ്ക്കിടയ്ക്ക് കുട്ടികളെ ഇങ്ങനെ പ്രോത്സാഹിപ്പിക്കണം, മോട്ടിവേറ്റ് ചെയ്യിച്ചുകൊണ്ടിരിക്കണം. അത് കൂടെ ഉണ്ടാവണം. ഓക്കെ, അവരെ എൻകറേജ് ചെയ്യിപ്പിക്കുക, പ്രോത്സാഹിപ്പിക്കുക ഒക്കെ ചെയ്യണം. Two-way communication. It should be a two-way communication. That means there should be provision for feedback. ഫീഡ്ബാക്ക് ഉള്ളപ്പോഴാണല്ലോ അത് ടു വേ ആകുന്നത്, സർക്കുലർ ആകുന്നതെന്നൊക്കെ ഞാൻ പറഞ്ഞു തന്നല്ലോ. അതുകൊണ്ട് അടുത്തതും അത് തന്നെയാണ്, ഇഫക്റ്റീവ് യൂസ് ഓഫ് ഫീഡ്ബാക്ക് നന്നായിട്ട് ഉപയോഗിക്കണം. അതായത് കൂടെ കുട്ടികളോട് ചോദ്യം ചോദിക്കുകയും അവർക്ക് there should be provision for the students to respond, പ്രതികരിക്കാനുള്ള അവസരം നമ്മൾ കൊടുക്കുകയും ചെയ്യണം എന്നുള്ളത്. Then use of proper technology ഉപയോഗിക്കണം. അതാണ് നമ്മളിപ്പോൾ ഉപയോഗിക്കുന്ന പോലുള്ള LCD പ്രൊജക്ടറും ഒരു ലാപ്ടോപ്പും ഒരു സ്ക്രീനും ഒക്കെ ഉണ്ട് ക്ലാസ് മുറിയിലെങ്കിൽ നമുക്ക് വളരെ ഈസി ആയിട്ട് ഈ പവർ പോയിന്റ് ഒക്കെ വെച്ച് നമുക്ക് ക്ലാസ് ഒക്കെ എടുക്കാം, വീഡിയോസ് കാണിച്ചു കൊടുക്കാം. അങ്ങനെയൊക്കെയുള്ള ഒരുപാട് പ്രയോജനങ്ങൾ അതുണ്ട്. സോ അതൊക്കെ നമ്മൾ ഉപയോഗപ്പെടുത്തണം. Then use of best teaching strategies. നല്ല ടീച്ചിങ് സ്ട്രാറ്റജീസ് ഉപയോഗപ്പെടുത്തണം. മനസ്സിലായില്ലേ? ഇന്നോവേറ്റീവ് ആയിട്ടുള്ള സ്ട്രാറ്റജികൾ, കൊളാബറേറ്റീവ് ലേണിംഗ്, കോഓപ്പറേറ്റീവ് ലേണിംഗ്, എക്സ്പീരിയൻഷ്യൽ ലേണിംഗ്, ബ്ലെൻഡഡ് ലേണിംഗ്, ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള സ്ട്രാറ്റജികൾ നമ്മൾ ഉപയോഗപ്പെടുത്തണം. ഇതൊക്കെ ക്ലാസ് റൂം കമ്മ്യൂണിക്കേഷൻ ഇഫക്റ്റീവ് ആക്കാനുള്ള ഘടകങ്ങളാണ്. ഓക്കെ, ദെൻ ഇനി കുറെ കൂടെ വിശാലമായിട്ട് ഈ ഘടകങ്ങളെ നമ്മളൊന്ന് നോക്കിയാൽ
നമുക്ക് ഈ ഫാക്ടേഴ്സ് ഓഫ് ടീച്ചിങ് ഇഫക്റ്റീവ്നെസ് എന്നുള്ളത് we can divide the whole factors into 4 categories: teacher related variables, student related variables, school or institution related variable, environment or family related variables. Okay, teacher related variables എങ്ങനെയാണ് ടീച്ചിങ് ഇഫക്റ്റീവ്നെസ്സിൽ ടീച്ചറിന്റെ what is the role of a teacher in making the teaching effective? The role of a teacher is so crucial, very significant. Teacher has a significant role to play in making the teaching effective. His qualification, teaching experience, then motivation, dedication, commitment to the profession, his professional ethics, his readiness to learn more, readiness to grow professionally grow cheyan, acquiring more and more degrees and qualifications. Okay, presentations, seminar participations, undergoing summer courses, orientation programs, and refresher courses frequently. കഴിയുമെങ്കിൽ എല്ലാ വെക്കേഷനിലും ഓരോ റിഫ്രഷർ കോഴ്സ് അറ്റൻഡ് ചെയ്യുക. ഒരു റിഫ്രഷ് കോഴ്സിന് 3 weeks ആണ്. 3 weeksന്റെ കോഴ്സ്. നമുക്ക് കോളേജിൽ കയറുന്നവർക്ക് ഒരു ഓറിയന്റേഷൻ പ്രോഗ്രാമും ഒരു റിഫ്രഷ് കോഴ്സും ഫസ്റ്റ് പ്രൊമോഷന് എസെൻഷ്യൽ ആണ്, കമ്പൽസറി ആണ്. നെക്സ്റ്റ് പ്രൊമോഷൻ വരുമ്പോഴത്തേക്ക് വീണ്ടും ഒരു 2 റിഫ്രഷറോട് നമ്മൾ അറ്റൻഡ് ചെയ്തിരിക്കണം. എല്ലാം 4 വർഷമൊക്കെ ഉള്ളൂ. 4 വർഷമാകുമ്പോൾ അടുത്ത പ്രൊമോഷൻ വരും. 4 വർഷത്തിനുള്ളിൽ 2 റിഫ്രഷ് കോഴ്സ് എടുക്കുക എന്ന് പറഞ്ഞാൽ 2 വെക്കേഷൻ നമ്മൾ അതിനുവേണ്ടി ഉപയോഗപ്പെടുത്തണം. എല്ലാ വെക്കേഷനും പറയുന്നില്ല, 2 വെക്കേഷൻ. പക്ഷെ കഴിയുമെങ്കിൽ നമ്മൾ എല്ലാ വെക്കേഷനിലും ഓരോ സമ്മർ കോഴ്സസോ റിഫ്രഷ് കോഴ്സസോ ഒക്കെ അറ്റൻഡ് ചെയ്യുന്നത് ഒത്തിരി നല്ലതാണ്. ഓക്കെ, ടീച്ചർ ഷുഡ് ഓൾവേസ് റിമെമ്പർ ടു ഗ്രോ പ്രൊഫഷണലി. എപ്പോഴും ഇങ്ങനെ പ്രൊഫഷണലി ഗ്രോ ചെയ്തുകൊണ്ടിരിക്കണം. ദെൻ സ്റ്റുഡന്റ് റിലേറ്റഡ് വേരിയബിൾ. സ്റ്റുഡൻസിനും ഉണ്ടാവണം, നല്ല മോട്ടിവേഷൻ ഉണ്ടാവണം. ഓൾ സ്റ്റുഡൻസ് ഷുഡ് ഹാവ് പ്രോപ്പർ മോട്ടിവേഷൻ. അല്ലെങ്കിൽ അവരെ നമ്മൾ മോട്ടിവേറ്റ് ചെയ്യിക്കണം. ഓക്കെ, എൻട്രി ബിഹേവിയർ. ഞാൻ ഈ ക്ലാസ് ഒക്കെ എടുത്തു കഴിയുമ്പോഴത്തേക്കും ഞാൻ പല കോഴ്സുകൾ പരിചയപ്പെടുത്തും. നിങ്ങളെയും ഞാൻ പരിചയപ്പെടുത്താം കേട്ടോ. ഞാൻ ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ ഇഗ്നോവില് ഒരു ടീച്ചറാണ്, പത്തനംതിട്ട കാതോലിക്കറ്റ് കോളേജിലെ. അതുപോലെ തന്നെ വേറെ കോഴ്സുകളുണ്ട്. MA എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞൊരു കോഴ്സുണ്ട്. നിങ്ങളിൽ BEd ഒക്കെ കഴിഞ്ഞവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് MEdനൊക്കെ പോകുന്ന ബുദ്ധിമുട്ടാണെങ്കിൽ, MEdന് ഞാനിപ്പോൾ MEdനാണ് പഠിപ്പിക്കുന്നത്. തിരുവല്ല ടൈറ്റസ് സെക്കൻഡ് കോളേജിലെ MEd ഡിപ്പാർട്ട്മെന്റിലാണ് ഞാനിപ്പോൾ അധ്യാപകനായിട്ട് വർക്ക് ചെയ്യുന്നത്. മറ്റേ കോളേജിൽ നിന്ന് റിട്ടയർ ചെയ്തുകൊണ്ട്. നിങ്ങൾക്കിപ്പോൾ MEdനൊക്കെ 2 വർഷമാണ്, BEdന് 2 വർഷമാണ്. BEd പോയി കഴിഞ്ഞ് അവർക്ക് വേണമെങ്കിൽ MEdന് ഇക്വലന്റ് ആയിട്ടൊരു കോഴ്സ് ഇഗ്നോ കൊടുക്കുന്നുണ്ട്. MA ഇൻ എഡ്യൂക്കേഷൻ. MA ഇൻ എഡ്യൂക്കേഷൻ അത് എനി ഗ്രാജുവേറ്റ്, ഏത് ഗ്രാജുവേറ്റുകാർക്കും പഠിക്കാവുന്ന കോഴ്സാണ്. പക്ഷേ BEd ഒക്കെ ഉള്ളവർക്കാണ് ട്രെയിനിങ് കോളേജിലേക്ക് പോകാനുള്ള എലിജിബിലിറ്റി കിട്ടുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ പഠിക്കാം. ഇഗ്നോയുടെ സൈറ്റിൽ കയറിയിട്ട് MA എഡ്യൂക്കേഷൻ പ്രോഗ്രാം എന്ന് അടിച്ചു കൊടുത്താൽ അതിന്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അവിടെ കിട്ടും. ഇനി വരുന്ന ആപ്ലിക്കേഷൻ വിളിക്കുമ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഓൺലൈനായിട്ട് നമുക്ക് 2 വർഷം കൊണ്ട് ഒരു സ്റ്റഡി സെന്റർ ഒക്കെ അറ്റാച്ച് ചെയ്യും. അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യണം, പരീക്ഷ എഴുതണം, ഒരു തീസിസ് ചെയ്യണം. ഓക്കെ, ഇതൊക്കെ ചെയ്യണം. നമുക്ക് കൊട്ടാരക്കരയ്ക്ക് അടുത്തുള്ള വാളകം എന്ന് പറയുന്ന സ്ഥലത്ത് RV ട്രെയിനിങ് കോളേജ് വാളകം, അവിടെ ഒരു സ്റ്റഡി സെന്റർ ഉണ്ട്. അവിടെ നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യുകയാണെങ്കിൽ ഞാനും അവിടെ ക്ലാസ് ഒക്കെ എടുക്കുന്നുണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് തീസിസ് ഗൈഡ് ചെയ്യുകയും ഒക്കെ ചെയ്യും. അപ്പൊ ഇനി എൻ്റെ കൂടെ നിങ്ങൾക്ക് വർക്ക് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പൊ ഇത് കേട്ടപ്പോൾ ചിലർക്കെങ്കിലും ഒരു മോട്ടിവേഷൻ ഉണ്ടായി കാണും, എന്നാൽ നമുക്കൊന്ന് പഠിക്കണമല്ലോ എന്ന്, അല്ലേ? തീർച്ചയായിട്ടും അങ്ങനെയുള്ളവർ എന്നെ വിളിച്ചാൽ മതി, ഫോണിൽ വിളിച്ചാൽ മതി. ഞാൻ നിങ്ങൾക്ക് അതിന്റെ ഡീറ്റെയിൽസ് പറഞ്ഞു തരുന്നതാണ്. ഓക്കെ, ഇത് ഇപ്പൊ ഞാൻ തന്നതിനെയാണ് ഈ മോട്ടിവേഷൻ എന്ന് വിളിക്കുന്നത്. കുട്ടികളെ മോട്ടിവേറ്റ് ചെയ്യിക്കുന്നത് എപ്പോഴും ടീച്ചേഴ്സിന്റെ അർത്ഥവത്തായിട്ടുള്ള ഇടപെടലുകൾ കൊണ്ടാണ്. ടൈംലി ഇന്റർവെൻഷൻ ഓഫ് ദി ടീച്ചർ ക്യാൻ മേക്ക് സ്റ്റുഡൻസ് മോട്ടിവേറ്റഡ് ടു ലേൺ മോർ ആൻഡ് മോർ. മനസ്സിലായില്ലേ? കൂടുതൽ പഠിക്കാൻ പ്രേരിപ്പിക്കുക എന്നുള്ളതാണ്. Then entry behavior or previous knowledge of the students. കുട്ടികൾക്ക് ആവശ്യത്തിന് മുൻ അറിവുകൾ ഉണ്ടാവണം.
നേരത്തെ പഠിച്ചതൊന്നും ഓർത്തിരില്ലാതെ വന്ന് പുതിയൊരു കോഴ്സിന് നമ്മൾ ചേർന്നിരിക്കുക. PG പഠിക്കാൻ വരുന്നവർ ഡിഗ്രിയുടെ കാര്യങ്ങളൊക്കെ അറിഞ്ഞിരിക്കണം, അത്യാവശ്യം അറിഞ്ഞിരിക്കണം. ഡിഗ്രിക്ക് ജോയിൻ ചെയ്യുന്നവർ +2 വരെയുള്ള കാര്യങ്ങൾ അത്യാവശ്യം ബേസിക് ആയിട്ടുള്ളതെങ്കിലും അറിഞ്ഞിരിക്കണം, ഇല്ലെങ്കിൽ പറ്റില്ല. പിന്നെ ജനറ്റിക് കോമ്പോസിഷൻ ആണ്, ഹെറിഡിറ്ററി ആയിട്ടുള്ള ഫാക്ടേഴ്സിന് വളരെ പ്രാധാന്യമുണ്ട് എന്ന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. ഓക്കെ, ഇതൊക്കെ സ്റ്റുഡന്റിന്റെ നല്ല താല്പര്യങ്ങളാണ്, സ്റ്റുഡന്റ് റിലേറ്റഡ് വേരിയബിൾ ആണ്. കുട്ടികൾക്ക് നല്ല ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ നമുക്ക് ടീച്ചേഴ്സിന് നല്ല താല്പര്യമായിരിക്കും. അപ്പൊ അത് ഉണ്ടാക്കിയെടുക്കാൻ ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. ദെൻ സ്കൂൾ ഓർ ഇൻസ്റ്റിറ്റ്യൂഷൻ റിലേറ്റഡ് വേരിയബിൾസ്. ഇൻസ്റ്റിറ്റ്യൂഷൻ റിലേറ്റഡ് എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. ക്വാളിറ്റി ആൻഡ് ക്വാണ്ടിറ്റി ഓഫ് ടീച്ചിങ് സ്റ്റാഫ്, അധ്യാപകരുടെ നമ്പർ, അവരുടെ ക്വാളിറ്റി വളരെ പ്രധാനപ്പെട്ടതാണ്. മനസ്സിലായില്ലേ? നമ്മൾ എപ്പോഴും പ്രോത്സാഹിപ്പിച്ചും ഒക്കെ കൊടുക്കണം. കോളേജിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ അവിടെയുള്ള സ്റ്റാഫിനെല്ലാം ഇതുപോലെയുള്ള കോഴ്സുകൾ, ഞാനും ഓരോ കോഴ്സിന് ഇങ്ങനെ പഠിച്ചുകൊണ്ടേയിരിക്കും, ഓരോ പ്രാവശ്യവും ഇങ്ങനെ പഠിച്ചുകൊണ്ടേയിരിക്കും. അതേ സമയത്ത് തന്നെ ഞാൻ മറ്റുള്ളവരോട് അത് പ്രോത്സാഹിപ്പിക്കുകയും അവർക്ക് ഇഗ്നോവിൽ നിന്ന് അതിനുള്ള എല്ലാ സൗകര്യങ്ങളും ഞാൻ ചെയ്തു കൊടുക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. തീർച്ചയായിട്ടും ഞാൻ കോളേജിൽ ജോയിൻ ചെയ്യുന്ന വർഷം തന്നെ ഇഗ്നോവിൽ പഠിപ്പിക്കാനായിട്ട് കയറിയതാണ്. അപ്പൊ അവിടെ തന്നെ കയറിയ സമയത്ത് തന്നെ ഞാനിങ്ങനെ കറസ്പോണ്ടിങ് ആയിട്ട് ഓരോ കോഴ്സുകൾ ഇങ്ങനെ പഠിക്കുകയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് എൻ്റെ കൂടെയുള്ള അധ്യാപകർക്കും അത് വലിയൊരു മോട്ടിവേഷൻ ആയിരുന്നു. അതുകൊണ്ട് അവരെപ്പോഴും പറയും, സാംസാറാണ് ഞങ്ങളെ മോട്ടിവേറ്റ് ചെയ്യിച്ചതെന്ന് പറയാറുണ്ട്. അപ്പൊ നമ്മൾ സ്റ്റാഫിന്റെ ക്വാണ്ടിറ്റി മാത്രം പോരാ, അവന്റെ ക്വാളിറ്റിയും വളരെ പ്രധാനപ്പെട്ടതാണ്. ദെൻ റെമ്യൂണറേഷൻസ് ഓഫ് ടീച്ചേഴ്സിന്റെ റെമ്യൂണറേഷൻസ് വളരെ പ്രധാനപ്പെട്ടതാണ്, വളരെ പ്രധാനപ്പെട്ടതാണ്. ഒരുവിധം നല്ല റെമ്യൂണറേഷൻ കൊടുക്കുന്ന സ്ഥാപനത്തിലാണെങ്കിൽ അധ്യാപകർ അവിടെ നിൽക്കും. ഇപ്പൊ 10 രൂപയൊക്കെയാണ് ഓരോ അൺഎയ്ഡഡ് കോളേജുകളിലും, അൺഎയ്ഡഡ് ട്രെയിനിങ് കോളേജ് വരെയുണ്ട് ഇപ്പോഴും, അൺഎയ്ഡഡ് ആർട്സ് ആൻഡ് സയൻസ് കോളേജ് ഉണ്ട്. അവിടെയൊക്കെ അവർ കൊടുക്കുന്ന ഇപ്പൊ 10 രൂപയൊക്കെയാണ് ചിലർക്ക് ബിഗിനിങ് സ്റ്റാഫിന് കൊടുക്കുന്നത്. 10 രൂപയൊക്കെയാണ്, ചിലർ 15 രൂപ കൊടുക്കും. എന്നാൽ 35-40 രൂപ വരെ കൊടുക്കുന്ന, 40 ഒക്കെ കൊടുക്കുന്ന സ്ഥാപനങ്ങളുണ്ട്. ബിഗിനിങ് ടീച്ചേഴ്സിന്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. അങ്ങനെ കൊടുത്താൽ ഒരുവിധം അവരൊക്കെ കുറെയൊക്കെ പിടിച്ചു നിൽക്കും. ഈ 10 രൂപയ്ക്കൊന്നും ആരും നിൽക്കത്തില്ല, ഒരു വർഷം പോലും നിൽക്കില്ല. അപ്പോഴത്തേക്ക് എവിടെയെങ്കിലും വേറെ ജോലി കിട്ടി അവർ പോകും. റെമ്യൂണറേഷൻ വളരെ പ്രധാനപ്പെട്ടതാണ്. ദെൻ വർക്കിംഗ് കണ്ടീഷൻസ് ഓഫ് ടീച്ചേഴ്സിന്റെ വർക്കിംഗ് കണ്ടീഷൻ വളരെ പ്രധാനപ്പെട്ടതാണ്. ഫുൾ വർക്കിംഗ് ലോഡ് കൊടുത്ത് 5 പീരീഡ് ഉണ്ടെങ്കിൽ കോളേജിലെ 5 hours ഉണ്ടല്ലോ, ഈ 5 hours ക്ലാസ് എടുപ്പിക്കുക, അല്ലെങ്കിൽ 4 hours തന്നെ ക്ലാസ് എടുപ്പിക്കുക എന്നൊക്കെ പറയുന്നത് ബുദ്ധിമുട്ടാണ്. ഒരു ആവറേജ് 3 hours ക്ലാസ് മതി. 15 to 16 hours ആണ് നമുക്ക് എവറി വീക്ക് പറയുന്നത്. ഓക്കെ, 16 മണിക്കൂർ മതി അധ്യാപകരുടെ വർക്ക് ലോഡ്. അങ്ങനെ വരുന്നുണ്ടെങ്കിൽ ഒരു ആവറേജ് 3 hours കിട്ടിയാൽ മതി. 3 hours കൊണ്ട് നമുക്ക് കംഫർട്ടബിൾ ആയിട്ട് പഠിപ്പിക്കാനായിട്ട് സാധിക്കും. ഫെസിലിറ്റീസ് സച്ച് ആസ് ഇൻസ്ട്രക്ഷണൽ മെറ്റീരിയൽസ്, വെൽ എക്വിപ്ഡ് ലൈബ്രറീസ് ആൻഡ് ലബോറട്ടറീസ് വളരെ പ്രധാനപ്പെട്ടതാണ്. ഫെസിലിറ്റീസ്, ഇൻസ്ട്രക്ഷണൽ മെറ്റീരിയൽസ്. ഇപ്പൊ കോളേജിലെ ക്ലാസ് റൂംസ് ഒക്കെ ഒരുവിധം LCD പ്രൊജക്ടർ മിക്കവാറും ക്ലാസ്സിലൊക്കെ ആയിട്ടുണ്ട്. സെമിനാർ ഹാള്, ഇപ്പൊ മിക്കവാറും കോളേജുകളിൽ സെമിനാർ ഹാളുണ്ട്. AC സെമിനാർ ഹാളാണ്. അതിനകത്ത് സെമിനാർ നടത്താൻ ഉപയോഗിക്കാം. ഫ്രീക്വന്റ് ആയിട്ട് സെമിനാർ നടത്തുവാനായിട്ട്, വലിയ സെമിനാറുകളല്ല, ക്ലാസ് ബേസിസിൽ ഉള്ള സെമിനാറുകളും ആ റൂമിൽ വെച്ച് നടത്തുന്നതിന് നല്ലതാണ്. കുട്ടികൾക്ക് നല്ല താല്പര്യമാണ്. AC ഒക്കെ ഉള്ളത് കൊണ്ട് നല്ല ചൂടൊക്കെ ഉള്ള സമയത്ത് അതിനകത്തൊക്കെ അറ്റ്ലീസ്റ്റ് പോയി ഒന്ന് ഇരിക്കാനും ഒരു പ്ലസന്റ് ആയിട്ടുള്ള ഒരു ഇത് കിട്ടും. താല്പര്യമാണ് കുട്ടികൾക്ക്. വെൽ എക്വിപ്ഡ് ലൈബ്രറീസ് ആൻഡ് ലബോറട്ടറീസ്, കമ്പ്യൂട്ടറൈസ്ഡ് ലൈബ്രറി, വെൽ എക്വിപ്ഡ് ലബോറട്ടറി, ഇതൊക്കെ ഒത്തിരി ലാബുകൾ, സൈക്കോളജി ലാബ്, ടെക്നോളജി ലാബ്, കമ്പ്യൂട്ടർ ലാബ് എല്ലാം എക്വിപ്ഡ് ആയിട്ട് ചെയ്ത സ്ഥാപനങ്ങൾ എപ്പോഴും വളരെ അട്രാക്റ്റീവ് ആണ്. ഇപ്പോൾ സ്ഥാപനങ്ങൾക്ക്, ഹയർ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസിന് അക്രഡിറ്റേഷൻ കൊടുക്കുന്ന ഒരു സ്ഥാപനമുണ്ട്, നിങ്ങൾക്കറിയായിരിക്കും, NAAC എന്ന് പറയും, നാഷണൽ അസസ്മെന്റ് ആൻഡ് അക്രഡിറ്റേഷൻ കൗൺസിൽ എന്നാണ്. NAAC, NAAC കേട്ടിട്ടുണ്ടാവും നിങ്ങൾ. NAACന്റെ അക്രഡിറ്റേഷൻ എന്ന് പറയും. A ഗ്രേഡ് കിട്ടിയ സ്ഥാപനം, അവിടെ പറയും അക്രഡിറ്റഡ് ബൈ NAAC വിത്ത് A ഗ്രേഡ് എന്ന് പറയാം. ഇപ്പൊ A ഗ്രേഡ് കിട്ടിയ കോളേജ് എന്ന് പറഞ്ഞാൽ അതിന്റെ സർട്ടിഫിക്കറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് വിലയുണ്ട് എന്നുള്ളതാണ്. B+ ഒക്കെ ആയിപ്പോയെന്ന് വെച്ചാൽ ദോഷമൊന്നും അല്ല, എങ്കിലും ഒരു A ഗ്രേഡ് കോളേജിൽ നമ്മൾ പഠിക്കുന്നു എന്ന് പറയുമ്പോൾ അതൊരു പ്രത്യേകതയാണ് തീർച്ചയായിട്ടും. ഓക്കെ, അപ്പോ നമ്മുടെ A ഗ്രേഡ് കോളേജുകളാണ് ഇപ്പൊ അടുത്തുള്ള മാർ ഇവാനിയസ് കോളേജ്, പത്തനംതിട്ട കാതലിക്കറ്റ് കോളേജ്,
കൊല്ലം ഫാത്തിമ മാതാ കോളേജ്, പിന്നെ അതുപോലെ ചങ്ങനാശ്ശേരി SB കോളേജ്, അസംഷൻ കോളേജ്, ഇതൊക്കെ എല്ലാം നാക്കിന്റെ A ഗ്രേഡ് കിട്ടിയ കോളേജുകളാണ്. അപ്പൊ തീർച്ചയായിട്ടും ഇതൊക്കെ നല്ല സ്ഥാപനങ്ങളായിട്ട് ആളുകൾ പരിഗണിക്കും അപ്പോൾ തീർച്ചയായിട്ടും. അപ്പൊ ഇതൊക്കെ വളരെ വളരെ പ്രധാനപ്പെട്ട. അപ്പൊ ഈ ഞാൻ പറഞ്ഞു വന്നത്, ഈ നാക്കിന്റെ അക്രഡിറ്റേഷന് വേണ്ടി നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ നമ്മളെ ഫെസിലിറ്റീസ് എല്ലാം നമ്മൾ പറയണം. എന്തെല്ലാം സൗകര്യങ്ങൾ കോളേജിനുണ്ട്, എന്തെല്ലാം കോഴ്സുകൾ പഠിപ്പിക്കുന്നു, റെഗുലർ കോഴ്സ് കൂടാതെ ആഡ് ഓൺ കോഴ്സുകളായിട്ട് UGC അപ്രൂവ് ചെയ്തിട്ടുള്ള കോഴ്സുകൾ, അഡീഷണൽ കോഴ്സുകൾ എന്തെല്ലാം നമ്മൾ പഠിപ്പിക്കുന്നു, നമ്മുടെ അടുത്തുള്ള കമ്മ്യൂണിറ്റിക്ക് വേണ്ടി നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യുന്നു, കോളേജിൽ നിന്ന് പഠിച്ചിറങ്ങിപ്പോയ കുട്ടികളെ നമ്മൾ എങ്ങനെ ഫോളോ അപ്പ് ചെയ്യുന്നു, അവരെ വീണ്ടും അവർക്ക് എന്തൊക്കെ ഹെൽപ്പ് ചെയ്ത് കൊടുക്കുന്നു, ഇതൊക്കെ വളരെ വളരെ പ്രധാനപ്പെട്ടതാണ് ഈ അക്രഡിറ്റേഷൻ കിട്ടാൻ വേണ്ടി. ഓക്കെ, അപ്പൊ ഇതെല്ലാം ഒരു സ്ഥാപനത്തിന്റെ ഇഫക്റ്റീവ്നെസ് നിശ്ചയിക്കുന്ന ഘടകങ്ങളാണ്. Then environment or family related variables. Family related variables വളരെ പ്രധാനപ്പെട്ടതാണ്. സോഷ്യോ കൾച്ചറൽ ബാക്ക്ഗ്രൗണ്ട് വളരെ പ്രധാനപ്പെട്ടതാണ്. ലെവൽ ആൻഡ് ദ ടൈപ്പ് ഓഫ് എഡ്യൂക്കേഷൻ ഓഫ് പേരൻസ്, ഗാർഡിയൻസ്, സിബ്ലിങ്സ് എക്സെട്ര. സഹോദരങ്ങളുടെയോ മാതാപിതാക്കളുടെയോ ഒക്കെ വിദ്യാഭ്യാസം വളരെ പ്രധാനപ്പെട്ടതാണ്. ഓക്കെ, സോഷ്യോ കൾച്ചറൽ ബാക്ക്ഗ്രൗണ്ട്സും വളരെ പ്രധാനപ്പെട്ടതാണ്. അത് കുറച്ച് പിന്നോക്കാവസ്ഥയിൽ നിന്ന് വരുന്ന കുട്ടികളാണെങ്കിൽ അതിനനുസരിച്ചുള്ള അഡീഷണൽ സപ്പോർട്ട് അവർക്ക് കൊടുക്കേണ്ടിയിരിക്കുന്നു. നമ്മൾ അവരെ കുറ്റപ്പെടുത്തുകയോ ശാസിക്കുകയോ വഴക്ക് പറയുകയോ ചെയ്തിട്ട് ഒരു കാര്യമില്ല. അവർ അങ്ങനെയുള്ള ഒരു ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്നത് കൊണ്ട് അതിനെ ഓവർകം ചെയ്യത്തക്ക തരത്തിലുള്ള പ്രോത്സാഹനങ്ങളാണ് ടീച്ചറിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവേണ്ടത്. തീർച്ചയായിട്ടും നിങ്ങൾ അതെല്ലാം ഓർത്തിരിക്കണം. നമ്മുടെ ക്ലാസ്സിൽ SC/ST വിഭാഗത്തിൽ പെടുന്ന കുട്ടികൾ ധാരാളം കാണും. അവർക്ക് റിസർവേഷൻ ഉള്ളത് കൊണ്ട് എല്ലാ ക്ലാസ്സിലും ഇപ്പോൾ കുറച്ച് ഒരുവിധം നല്ല നമ്പർ കുട്ടികൾ അതിനകത്ത് വരുന്നുണ്ട്. എന്താ, അവരെ നമ്മൾ പ്രോത്സാഹിപ്പിക്കുന്നുകൊണ്ടാണ്. ഹയർ എഡ്യൂക്കേഷനിലേക്കൊക്കെ അവർക്ക് റിസർവേഷൻ കൊടുത്ത് അവരെ കൊണ്ടുവരുന്നത് കൊണ്ടാണ്. അതുകൊണ്ട് നമ്മൾ അവരെ ഒരു തരത്തിലും ഒരു എന്താ പറയുന്നത്, ഒരു വ്യത്യാസമായിട്ടോ മറ്റു കുട്ടികളിൽ നിന്ന് ഇവര് പിന്നോക്കമാണല്ലോ എന്നുള്ള ചിന്തയോടുകൂടി ഒരിക്കലും നമ്മൾ അവരെ കാണാനായിട്ട് പാടില്ല എന്നത് വളരെ വളരെ പ്രധാനമായിട്ട് നമ്മൾ ഓർക്കണം. അവരെ എപ്പോഴും ഇങ്ങനെ പ്രോത്സാഹിപ്പിക്കുക എന്ന് പറഞ്ഞ് അവർ പിന്നോക്കമാണെന്നും പറഞ്ഞ് കയറി എപ്പോഴും ഒരു സിമ്പതറ്റിക് ആറ്റിറ്റ്യൂഡ് കാണിക്കുക എന്നല്ല ഞാൻ ഉദ്ദേശിച്ചത്. മറ്റവരുടെ കൂടെ തന്നെ ചേർത്ത് ഇവരെ നന്നായിട്ട്, എന്നാൽ അതിനിടയിൽ ഒരു പ്രത്യേക ഒരു കരുതല്, സപ്പോർട്ട് കൊടുക്കാൻ, ഒരു എക്സ്ട്രാ കെയർ കൊടുക്കാനായിട്ട് നമുക്ക് കഴിയണം. ഇതാണ്. Then interpersonal relationship among family members. കുടുംബത്തിലാണെങ്കിലും കുടുംബത്തിൽ പരസ്പരമുള്ള പ്രശ്നങ്ങൾ പല കുട്ടികളും എൻ്റെ അടുത്ത് എത്രയോ കുട്ടികൾ വന്ന് പറഞ്ഞിട്ടുണ്ട് ഫാമിലിയിലെ പ്രോബ്ലംസ്. അത് കാരണം എനിക്ക് പഠിക്കാൻ പറ്റുന്നില്ല സാർ, പഠനത്തിൽ അങ്ങോട്ട് ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല, വലിയ വഴക്കാണ്, അമ്മയും അച്ഛനും തമ്മിൽ എപ്പോഴും പ്രശ്നങ്ങളാണ്, വഴക്കുണ്ടാക്കും. അച്ഛൻ ഇട്ടിട്ട് പോയ കുടുംബങ്ങളുണ്ടായിരുന്നു. എൻ്റെ ക്ലാസ്സിൽ പഠിച്ച കുട്ടികളുടെ വീട്ടില് അമ്മയും മക്കളെയും കൂടെ ഇട്ടിട്ട് പോവുകയാണ്, കള്ളും കുടിച്ച് നടക്കുന്നു. ഇടയ്ക്കൊക്കെ കയറി വരും, വന്നാൽ വലിയ വഴക്കുണ്ടാക്കും, പ്രശ്നങ്ങൾ ഉണ്ടാക്കും. അമ്മ എവിടെങ്കിലും ഇച്ചിരി പൈസയൊക്കെ കൂലിപ്പണി ചെയ്തോ എന്നാലും ഉണ്ടാക്കി വെക്കും, അത് അടിച്ചോണ്ട് പോകും. അവരെ എല്ലാം എടുത്തിട്ട് അടിച്ച് ഒക്കെ വെച്ച് പോകും. പിന്നെ വരുന്നതൊക്കെ ഒരു മാസം കഴിഞ്ഞോ 2 മാസം കഴിഞ്ഞോ ആയിരിക്കും. വീട്ടിൽ കിടക്കുന്നതില്ല, താമസിക്കുന്നില്ല. ഇങ്ങനെയൊക്കെയുള്ള കുടുംബങ്ങളുണ്ട്. ആ കുടുംബത്തിൽ നിന്ന് വരുന്ന കുഞ്ഞുങ്ങൾക്ക് എങ്ങനെ അവരുടെ പഠനത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റും, ഹൗ ദേ ക്യാൻ കോൺസെൻട്രേറ്റ് ദെയർ ലേണിംഗ്. നമ്മള് അവരുടെ മുമ്പിൽ നിന്ന് വലിയ ഘോരം പ്രസംഗം നടത്തിയിട്ട് അവർ പഠിച്ചില്ല എന്ന് പറഞ്ഞ് അവരെ വഴക്ക് പറയാൻ ശ്രമിക്കുമ്പോൾ നമ്മൾ ഒന്ന് ഓർത്തിരിക്കണം, what nature the particular student belong to in his family. ഈ ഫാമിലി what are his problems, എന്തെല്ലാം പ്രശ്നങ്ങളാണുള്ളത്. കുറച്ചൊക്കെ ഒന്ന് അറിയാൻ നമ്മൾ ശ്രമിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവർ നമ്മുടെ മുമ്പിൽ അത് അവതരിപ്പിക്കും. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞേക്കാം, ട്രസ്റ്റ് വർത്തിനെസ് ഒക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവര് അത് നമ്മളോട് പറയും എന്നുള്ളതാണ്. തീർച്ചയായിട്ടും നമ്മൾ ഓർത്തിരിക്കേണ്ട ഒരു വലിയ കാര്യമാണ്. നമ്മുടെ കുട്ടികളെ ഏറ്റവും എമ്പതറ്റിക് ആയിട്ട് അവരെ ട്രീറ്റ് ചെയ്യാൻ തക്കവണ്ണം ടീച്ചറിന് കഴിയുമ്പോഴാണ് നമ്മുടെ ടീച്ചിങ് ഇഫക്റ്റീവ് ആണ് എന്ന് പറയും. അപ്പൊ ഓൾ ദീസ് ഫാക്ടേഴ്സ് ഹാവ് സിഗ്നിഫിക്കന്റ് റോൾ ഇൻ മേക്കിംഗ് ദ ടീച്ചിങ് ഇഫക്റ്റീവ്. മനസ്സിലായല്ലോ? ഇതെല്ലാം ആ ഫാക്ടേഴ്സ് ആണ്. ഇതെല്ലാം വേണം. ഒരു യൂണിഫോം പ്രപ്പോർഷനിൽ തന്നെ ഇതെല്ലാം വേണം. ഏതെങ്കിലും ഒന്ന് കൂടിപ്പോയിട്ട് കാര്യമില്ല. അധ്യാപകൻ ഒരുപാട് ക്വാളിഫിക്കേഷൻ നേടിക്കൊണ്ട് ബാക്കിയെല്ലാം
നഷ്ടപ്പെടുത്തുന്ന ലെവലിലേക്ക് ചിന്തിച്ചിട്ട് ഒരു കാര്യമില്ല. മനസ്സിലായില്ലേ? എല്ലാം പ്രൊപ്പോർഷനേറ്റ് ആയിട്ട് ഉണ്ടാവണം എന്നുള്ളതാണ്. ഓക്കെ, ഇവിടെ ഒരു ക്വസ്റ്റ്യൻ ഞാനൊന്ന് ഇന്നലത്തെ പോലെ നമുക്കൊന്ന് ഒരു വാമിംഗ് അപ്പിന് വേണ്ടിയാണ്. ഇത്രയും കേട്ടപ്പോഴത്തേക്ക് ഒരു ക്ഷീണം ഉണ്ടായി കാണും അല്ലേ? ഇനി അധികമില്ല, കുറച്ചുകൂടെ പറഞ്ഞിട്ട് നമുക്ക് ഒരു ബ്രേക്ക് എടുത്തിട്ട് നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് പോവുകയാണ്. എ സക്സസ്ഫുൾ ടീച്ചർ ഈസ് വൺ ഹു ഈസ് compassionate and disciplinarian, quiet and reactive, tolerant and dominating, passive and active. Passive and active. Okay. Hello. കേൾക്കുന്നുണ്ടോ? Okay. Yes, sir. Okay, Yes, sir. Okay, thank you. അപ്പൊ ഇവിടെ ഏതാണ്? എ ആണോ കറക്റ്റ്? ഓക്കെ, വന്ദന, ഷൈനി, നിസ്തുല, പുതിയ പേരായിട്ട് എനിക്ക് തോന്നുന്നല്ലോ. ദീപ, ഗൗരി കൃഷ്ണ, വന്ദന, ഫെമിത. ഞാൻ ക്വസ്റ്റ്യൻ തുടങ്ങിയതല്ല, ഞാൻ ഒരു വാമപ്പായിട്ട് തന്നേ ഉള്ളൂ. ഓക്കെ, ഒരു ക്വസ്റ്റ്യൻ അങ്ങോട്ട് പറഞ്ഞു തന്നേ ഉള്ളൂ. എ സക്സസ്ഫുൾ ടീച്ചർ ഈസ് വൺ ഹു ഈസ് കമ്പാഷനേറ്റ്, വളരെ പ്രധാനപ്പെട്ടതാണ്. പിന്നെ ഡിസിപ്ലിനേറിയൻ, നല്ല ഡിസിപ്ലിൻ ഉള്ള ഒരാള്. ഒരു ടീച്ചർ ഡിസിപ്ലിൻ ഉള്ള ആളാകാം അല്ലേ? ഓക്കെ. ക്വയറ്റ് ആൻഡ് റിയാക്റ്റീവ് എന്ന് പറഞ്ഞാൽ എന്താണ്? ക്വയറ്റ് എന്ന് പറഞ്ഞാൽ വളരെ ശാന്തനാണ്, ക്വയറ്റായിട്ടിരിക്കുക. ഒരു നല്ല ശാന്തത എന്ന് പറയുന്നത് അല്ല ഈ ക്വയറ്റ് ആയിരിക്കുക എന്ന് പറയുന്നത്. ആളിനെ സംബന്ധിച്ച് ഇടിച്ചാലും തട്ടിയാലൊന്നും പ്രശ്നമില്ലാത്ത ഒരാളെന്നുള്ള ഒരു അർത്ഥത്തിലാണ് ഈ ക്വയറ്റ് എന്ന് പറയുന്നത്. ദെൻ റിയാക്റ്റീവ് എന്ന് പറഞ്ഞാൽ പിന്നെ നമ്മൾ എന്തെങ്കിലും പ്രൊവോക്ക് ചെയ്യിപ്പിച്ചാൽ അതുപോലെ ദേഷ്യപ്പെടുകയും ചെയ്യും. അങ്ങനെയുള്ള മനുഷ്യനെയാണ് ഈ ക്വയറ്റ് ആൻഡ് റിയാക്റ്റീവ് എന്ന് പറയുന്നത്. പുള്ളിയുടെ നമ്മൾ വിശ്വസിച്ച് പുള്ളിയുടെ അടുത്ത് പോയി നിൽക്കാൻ പറ്റത്തില്ല, എപ്പോഴാ ദേഷ്യപ്പെടുന്നത് അറിയത്തില്ല, അങ്ങനെയുള്ള ആളാണ്. ഓക്കെ. പിന്നെ ടോളറന്റ് ആൻഡ് ഡോമിനേറ്റിംഗ് എന്ന് പറയും. ചില സമയത്ത് ടോളറന്റ് ആണ്, കുറച്ചൊക്കെ സഹിക്കും കാര്യങ്ങൾ, പക്ഷെ ഡോമിനേറ്റിംഗ് ആണ്. എപ്പോഴും ഇങ്ങനെ ഡോമിനേറ്റ് ചെയ്ത് നിൽക്കണം എന്ന് തോന്നും. നമ്മുടെ കൊമ്പ് ഇങ്ങനെ ഉയർന്നു നിൽക്കണമെന്ന് തോന്നുന്ന അധ്യാപകരെയാണ് അങ്ങനെ പറയുന്നത്. അത് നമുക്ക് ഇഷ്ടപ്പെടണമെന്നില്ല. ലാസ്റ്റ് വൺ പാസീവ് ആൻഡ് ആക്റ്റീവ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ചിലപ്പോൾ തോന്നും അത് വായിച്ചു നോക്കിയാൽ അത് നല്ലതല്ലേ, ചില സമയത്ത് പാസീവ് ആകുക, ചില സമയത്ത് ആക്റ്റീവ് ആകുക എന്ന് പറയാം. പക്ഷെ അത് കാര്യമില്ല. ഈ പാസീവ് ആകാൻ നമ്മൾ പറഞ്ഞിട്ടില്ല. എ ടീച്ചർ ഷുഡ് ഓൾവേസ് ബി ആക്റ്റീവ് ഇൻ ദ ക്ലാസ്. ടീച്ചർ സംസാരിച്ചാലും കൊള്ളാം, കുട്ടികളുടെ പ്രവർത്തനങ്ങൾക്ക് മോട്ടിവേഷൻ കൊടുത്താലും എന്ത് ചെയ്താലും ആക്റ്റീവ് ആയിരിക്കണം ക്ലാസ്. അപ്പൊ ഈ പാസീവ് എന്നത് നെഗറ്റീവ് വേർഡാണ്, അത് നമ്മൾ അക്സെപ്റ്റ് ചെയ്യുന്നില്ല. ഓക്കെ. അപ്പൊ ഏറ്റവും അപ്രോപ്രിയേറ്റ് എന്ന് പറഞ്ഞ് ഫസ്റ്റ് ആണ് എ. വെരി ഗുഡ്, എല്ലാവരും തന്നെ കറക്റ്റ് ആയിട്ട് പറഞ്ഞു കേട്ടോ. കമ്പാഷനേറ്റ്, കമ്പാഷനേറ്റ് എന്ന് പറഞ്ഞാൽ കുട്ടികളുടെ ബുദ്ധിമുട്ടില് അവരോട് ചേർന്ന് അവരെ സ്നേഹിക്കുന്ന, അവരെ കരുതുന്ന, അവരെ സപ്പോർട്ട് ചെയ്യുന്ന, അവരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കുന്ന എന്ന് പറയും. അണ്ടർസ്റ്റാൻഡിങ് ദെയർ പ്രോബ്ലംസ്, അതാണ് ഒരു കമ്പാഷനേറ്റ് ടീച്ചർ എന്ന് പറഞ്ഞു. പക്ഷെ ബട്ട് സ്റ്റിൽ ഡിസിപ്ലിനേറിയൻ, സ്ട്രിക്റ്റ് ബട്ട് ഡിപ്ലോമാറ്റിക് എന്ന് പറയും. സ്ട്രിക്റ്റ് ആയിരിക്കണം പക്ഷെ ഡിപ്ലോമാറ്റിക് ആയിരിക്കും. ആ സ്ട്രിക്ട്നെസ് ഒരിക്കലും കുട്ടികൾക്ക് ഇഷ്ടപ്പെടാത്തതുപോലെ ആകരുത്. ആ സ്ട്രിക്ട്നെസ് അവർ ഇഷ്ടപ്പെടണം. ഈ ഒരു ഡിസിപ്ലിൻ ഉള്ള ആള് എന്ന് പറയും. സോ കമ്പാഷനേറ്റ് ആൻഡ് ഡിസിപ്ലിനേറിയൻ, ഇതാണ് ഒരു സക്സസ്ഫുൾ ടീച്ചർ എന്ന് പറയുന്നത്. ഓക്കെ, നമുക്കൊരു പാട്ട് പാടിയിട്ട് നമുക്ക് ഈ സെഷൻ ഒന്ന് നിർത്തിയിട്ട് ഒരു 5 മിനിറ്റ് ബ്രേക്ക് എടുത്തിട്ട് നമുക്ക് എക്സസൈസിലേക്ക് പോകാം. ഇന്ന് കൂടുതൽ എക്സസൈസ് നമുക്ക് വർക്ക് ചെയ്യാനുണ്ട്. അപ്പൊ അതുകൊണ്ട് ഇത് വളരെ മനോഹരമായ ഒരു പാട്ടാണ്. നിങ്ങളില് കുഞ്ഞുങ്ങളുള്ള കേട്ടോ, വാവ കുഞ്ഞുങ്ങളുള്ളവർക്ക് അവരെ പാടി ഉറക്കാനാണ് ഇച്ചിരി പ്രയാസം, അല്പം ഡിഫിക്കൽട്ട് ആണെന്നെങ്കിൽ പോലും ഇതിന്റെ ഓർക്കുന്ന വരികളൊക്കെ നിങ്ങൾക്ക് അങ്ങ് പാടാം കേട്ടോ. ഓക്കെ. മലർക്കൊടി പോലെ വർണ്ണത്തൊടി പോലെ, മലർക്കൊടി പോലെ വർണ്ണത്തൊടി പോലെ, മയങ്ങൂ നീയൻ മടിമേലേ, മയങ്ങൂ നീയൻ മടിമേലേ,
മലർക്കൊടി പോലെ വർണ്ണത്തൊടി പോലെ മയങ്ങൂ നീയൻ മടിമേലേ മയങ്ങൂ നീയൻ മടിമേലേ അമ്പിളി നിന്നെ പുൽകി അമ്പരം പോകി ഞാൻ മേഘമായി അമ്പിളി നിന്നെ പുൽകി അമ്പരം പോകി ഞാൻ മേഘമായി നിറസന്ധ്യയായി ഞാൻ ആരോമലെ വിടർന്നെന്നിൽ നീയൊരു പൊൻതാരമായി ഉറങ്ങൂ കനവു കണ്ടുണരാനായി ഉഷസ്സണയുമ്പോൾ മലർക്കൊടി പോലെ വർണ്ണത്തൊടി പോലെ മയങ്ങൂ നീയൻ മടിമേലേ മയങ്ങൂ നീയൻ മടിമേലേ എന്റെ മടിയെന്നും നിന്റെ പൂമഞ്ചം എൻ മനമെന്നും നിൻ പൂങ്കാവനം എന്റെ മടിയെന്നും നിന്റെ പൂമഞ്ചം എൻ മനമെന്നും നിൻ പൂങ്കാവനം ഈ ജന്മത്തിലും വരും ജന്മത്തിലും ഇനി എൻ ജീവൻ താരാട്ടായി ഒഴുകേണമേ മധുകണം പോലെ മഞ്ഞിൻ മണി പോലെ മയങ്ങൂ നീലതമേലേ മയങ്ങൂ നീയൻ മടിമേലേ ആരിരോ ആരിരാരോ ആരിരോ ആരിരാരോ ആരിരോ ഒന്ന് പഠിച്ചു വെക്കാന്ന് നല്ലതായിരിക്കും ആരിരോ ആരിരാരോ ആരിരോ ആരിരാരോ ആരിരോ ആരിരാരോ ആരിരോ ആരിരാരോ ഓക്കെ താങ്ക് യു വെരി മച്ച് നമുക്ക് ഒരു ചെറിയ ബ്രേക്ക് എടുത്തിട്ട് നമുക്ക് പിന്നീട് ബാക്കി ക്വസ്റ്റ്യൻസിലേക്ക് കടക്കാം ഓക്കെ താങ്ക് യു വെരി മച്ച് താങ്ക് യു പഠിച്ചു വെക്കുക ഈ പാട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ വാവയ്ക്കൊക്കെ പാടിക്കൊടുക്കാം കേട്ടോ ഓക്കെ ഞാൻ എൻ്റെ ഇളയ മോന് ഈ പാട്ടും വേറെ ഇതുപോലുള്ള ഒന്ന് രണ്ട് പാട്ടുണ്ട് ആരാരോ 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 ആരിരാരോ ആരാരോ 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 ആരിരാരോ അതിന്റെ ബാക്കിയുണ്ട് എന്നാൽ ഈ ആരാരോ നല്ല ഒരു ഇംപ്രസീവ് ആണ് അപ്പൊ ഈ കൊച്ചുമോന് തൊട്ടി കിടന്ന് ഇങ്ങനെ ആടി കുറെ ദിവസം കഴിയുമ്പോഴത്തേക്ക് അവൻ എൻ്റെ അടുത്ത് പറയും അപ്പോ ആദതോ എന്ന് പാടിത്തരാൻ പറയും ആദതോ എന്നാ പുള്ളി പറയുന്നത് ആരാരോ എന്ന് പറയാനുള്ള അറിയത്തില്ല തീരെ കുഞ്ഞായിട്ടിരിക്കുമ്പോൾ അപ്പോ ആദതോ എന്ന് പാടിത്തരാൻ എന്ന് പറയും കേട്ടോ കുഞ്ഞുങ്ങൾക്ക് ഭയങ്കര സന്തോഷമാണ് നമ്മൾ പാട്ട് എല്ലാവരും എൻജോയ് ചെയ്യുന്നതാണ് ഏത് പ്രായത്തിലും എത്ര പൊടിക്കുഞ്ഞുങ്ങൾക്കും പാട്ട് എൻജോയ് ചെയ്യാൻ കഴിയും ഓക്കെ നിങ്ങൾ നല്ല പാട്ടുകൾ മൂളിപ്പാട്ടാണേലും പാടി പഠിച്ചിട്ട് അവരെ പാടി കേൾപ്പിക്കണം ഓക്കെ താങ്ക് യു വെരി മച്ച്
രാരി രാരിരം രാരു അല്ലേ? ഓക്കെ, അത് ഡോക്ടർ ശാലിനി തന്നെ പാടും കേട്ടോ. വോയിസ് ഇട്ടൊരു പാട്ട് പാടിക്കേ. ഇപ്പം എനിക്കത് കൃത്യം അറിയില്ല. ശാലിനി വോയിസ് ഇട്ടൊരു പാട്ട് പാടിക്കേ. രാരി രാരി പാടാൻ തീരെ അറിയൂല. ചുമ്മാ മോളി പാടിക്കേ, ഒന്ന് കേക്കട്ടെ. രാരി രാരിരം രാരു പാടിക്കേ. പാടി കിളി പാടി പാടി രാക്കിളി പാടി അല്ലേ? അതോ പാതി രാക്കിളി എന്നാണ്? പാടി രാക്കിളി പാടി കേട്ടത്. ആ, പാടി എന്നായിരിക്കും. രാരി രാരിരം രാരു പാടി രാക്കിളി പാടി. എനിക്കറിയില്ല ബാക്കി, പാടി ഞാൻ പഠിച്ചിട്ടില്ല. ഓക്കെ, പക്ഷെ അത് നല്ല പാട്ടാണ് കേട്ടോ. ഓക്കെ, നല്ല താരാട്ട് പാട്ടുകളുണ്ട്. അതെല്ലാം നമ്മള് കുറച്ച് പാട്ടുകൾ പഠിച്ചു വെക്കുക കേട്ടോ. വളരെ നല്ല സന്തോഷമാണ് കുഞ്ഞുങ്ങള് നമുക്ക് പാടിക്കൊടുക്കാം. കൊച്ചു വാവയുണ്ടോ വീട്ടില്? ശാലിനി വലുതായി പോയി. ഇപ്പൊ അത് ഏത് ക്ലാസ് ആയി? ഒന്നിലായി പോയി. കുഴപ്പമില്ല. ഒന്നിലേക്ക് പറ്റിയ നല്ല പാട്ടുകൾ, കുഞ്ഞു പാട്ടുകൾ പാടിക്കൊടുക്കണം കേട്ടോ. ഓക്കെ, നല്ല നല്ല അർത്ഥവത്തായ മൂല്യമുള്ള പാട്ടുകൾ പാടിക്കൊടുക്കുക. ഓക്കെ, വെള്ളമൊക്കെ കുടിച്ചോ എല്ലാവരും? നമുക്ക് തുടങ്ങിയേക്കാം. എന്താ? ഓക്കെ, കഴിഞ്ഞ ദിവസം നമ്മൾ നിർത്തിയ ഭാഗം, വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ്. നിർത്തിയ ഭാഗം ഇതാണ്. An efficient teacher creates a learning environment which ensures full freedom with minimum restriction. അത് നമ്മൾ കണ്ടു. ഫുൾ ഫ്രീഡം എന്ന് പറഞ്ഞാൽ അല്ല, ഫുൾ കോഓപ്പറേഷൻ ഫ്രം ദ പാർട്ട് ഓഫ് ദ സ്റ്റുഡൻസ് ആണ് ആകാമെന്ന് പറഞ്ഞത്. പക്ഷെ ബാക്കി വായിക്കുമ്പോൾ ദ സ്പിരിറ്റ് ഓഫ് കോമ്പറ്റീഷൻ എമംഗ് ദ സ്റ്റുഡൻസ് എന്ന് പറഞ്ഞാൽ എപ്പോഴും കോമ്പറ്റീഷൻ മാത്രം പോരാ എന്ന് പറഞ്ഞു. അപ്പൊ അത് അത്ര ശരിയല്ല. സെക്കൻഡ് കറക്റ്റ് തന്നെയാണ്. എന്നാൽ ഫോർത്ത് വായിച്ചപ്പോൾ ഇതെല്ലാം അതിനകത്തുണ്ട്. ലേണർ കോഓപ്പറേഷൻ, മോട്ടിവേഷൻ ആൻഡ് വെൻ എവർ നീഡഡ് ദ സ്പിരിറ്റ് ഓഫ് കോമ്പറ്റീഷൻ. അതുകൊണ്ടാണ് ഡി കറക്റ്റ് ആണെന്ന് നമ്മൾ പറഞ്ഞത്. എപ്പോഴും ആദ്യം കാണുന്നത് കറക്റ്റ് ആണെന്ന് പറഞ്ഞ് ആൻസർ ചെയ്യാൻ പാടില്ല എന്നതിന്റെ ഒരു പരിശീലനമാണ് ഇപ്പൊ ഈ ക്വസ്റ്റ്യനിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഓക്കെ, ശരി. അപ്പൊ നമ്മള് ഇൻ വിച്ച് ലാംഗ്വേജ് the newspapers have highest circulation in India. അത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് ഇത് നെറ്റ് പോയതെന്ന് എനിക്ക് തോന്നുന്നു. അപ്പൊ അതിന് ഓർത്തിരിക്കാൻ ഇതേ ഉള്ളൂ. ഇന്ത്യയുടെ ഏറ്റവും സർക്കുലേഷൻ ഉള്ള ന്യൂസ് പേപ്പർ ഏതാന്ന് ചോദിച്ചാൽ ഇന്ത്യയുടെ ദേശീയ ഭാഷ, which is the national language of our country? Hindi. Oh, Hindi. Very good. അപ്പൊ ആ ഹിന്ദിയാണ്, നാഷണൽ ലാംഗ്വേജ് ആണ്. ഏറ്റവും കൂടുതൽ സർക്കുലേഷൻ ഉള്ള ന്യൂസ് പേപ്പേഴ്സ് ഏത് ലാംഗ്വേജിലാണെന്ന് ചോദിച്ചാൽ ഇൻ ഹിന്ദി, ഇൻ അവർ നാഷണൽ ലാംഗ്വേജ്. അതുകൊണ്ടാണ് ഏറ്റവും കൂടുതൽ സർക്കുലേഷൻ ഉള്ളത് അതിലാണ്. ഓക്കെ, then which of the following is a function of communication in society? Which of the following is a function of communication എന്ന് പറഞ്ഞാൽ എല്ലാം നമ്മുടെ ജീവിതത്തിലെ എല്ലാ തരത്തിലും നമ്മൾ ചെയ്യുന്ന എല്ലാ പ്രവർത്തനങ്ങളും കമ്മ്യൂണിക്കേഷനിലൂടെയാണ്. ഇൻഫോർമേഷൻ, എഡ്യൂക്കേഷൻ, എന്റർടൈൻമെന്റ് എല്ലാം തന്നെ. അപ്പോ ഓൾ ദ എബവ് ആണ് കറക്റ്റ്. വെരി ഗുഡ്. അതുൽ, ഡോക്ടർ ശാലിനി, ഫെമിത, ദേവിക, ശ്യാം, അശ്വതി, രേഷ്മ, ദീപ, സുജ, മഞ്ജു എല്ലാവരും തന്നെ കറക്റ്റ് ആണ്. ഓൾ ദ എബവ് ആണ് കറക്റ്റ്. ഇൻഫോർമേഷൻ കണ്ടിട്ട് ഇൻഫോർമേഷൻ മാത്രം പറയരുത്. എഡ്യൂക്കേഷൻ കണ്ടിട്ട് എഡ്യൂക്കേഷൻ എന്നങ്ങ് പറയരുത്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ ഫംഗ്ഷൻ ഓഫ് കമ്മ്യൂണിക്കേഷൻ ഇൻ സൊസൈറ്റി? നമ്മൾ വായിക്കുമ്പോൾ എന്റർടൈൻമെന്റ് കാണത്തില്ല, ഇൻഫോർമേഷൻ എന്ന് പറയുന്നതിൽ എഡ്യൂക്കേഷൻ അല്ലേ, അപ്പൊ ബി നമ്മൾ കറക്റ്റ് ആയിട്ട് ബി അങ്ങ് ആൻസർ ചെയ്യും. അപ്പൊ കമ്മ്യൂണിക്കേഷന്റെ ഒരു ഫംഗ്ഷൻ അല്ലേ എഡ്യൂക്കേഷൻ ആണല്ലോ. അപ്പൊ പക്ഷേ ഏറ്റവും അപ്രോപ്രിയേറ്റ് ഇത് മൂന്നും ഫംഗ്ഷൻ ആണ്. അപ്പൊ ഓൾ ദി എബവ് ആണ് കറക്റ്റ്. ഇതിനാണ് നമ്മൾ പഠിച്ചു വെക്കേണ്ടത്. ഇങ്ങനെയാണ് പലർക്കും ഈ ക്വസ്റ്റ്യൻ തെറ്റിപ്പോകുന്നത് കേട്ടോ. ഓക്കെ, അത് ഓർത്തിരുന്നു. Then in downward communicationല് മെസ്സേജ് എങ്ങോട്ട് ഫ്ലോ ചെയ്യുന്നു? മെസ്സേജസ് ഫ്ലോ ഫ്രം ബോട്ടം ടു ടോപ്പ്, ഫ്രം ടോപ്പ് ടു ബോട്ടം, ബോത്ത് ഓഫ് ദി അബവ്, നൺ ഓഫ് ദി അബവ്.
ഓ വെരി ഗുഡ്, വെരി ഗുഡ്. ദീപ, സുജ, മഞ്ജു, മണി, സുജ, യെസ്, ശ്യാം, എല്ലാവരും കറക്റ്റാണ്, കറക്റ്റാണ്. നിങ്ങൾ എല്ലാവരും വളരെ മിടുക്കരാണ്. എനിക്ക് നിങ്ങളോടെല്ലാം വളരെ സ്നേഹമുണ്ട്, സന്തോഷമുണ്ട്. വളരെ വളരെ സജീവമായ ഒരു ബാച്ചാണ് നിങ്ങൾ കേട്ടോ. ഓക്കെ, മിടുക്കരായിട്ട് പഠിക്കുക. എത്ര എക്സസൈസ് ചെയ്ത് പഠിക്കാമോ അത്രയ്ക്ക് ചെയ്ത് പഠിക്കുക. ആസ് മെനി എക്സസൈസസ് ആസ് പോസിബിൾ യു വിത്ത് ഗ്രേറ്റ് പ്ലേഷർ, നല്ല സന്തോഷത്തോടെ ചെയ്ത് പഠിക്കുക. കിട്ടുന്ന സമയം അത്രയും പ്രയോജനപ്പെടുത്തുക കേട്ടോ. കിട്ടുന്ന സമയം അത്രയും പ്രയോജനപ്പെടുത്തുക. നിങ്ങൾ ഇതൊരു നമ്മുടെ ഒരു മെയിൻ സ്ട്രീമായിട്ട് എടുത്തുകൊണ്ട് കിട്ടുന്ന അത്രയും എക്സസൈസസ് ചെയ്യാനും അതിന്റെ ക്ലൂ മനസ്സിലാക്കാനും, ചില കടുകട്ടി ഉള്ളതിന്റെ ആൻസർ നേരിട്ട് പഠിച്ചിട്ട് അത് പിന്നെയും അതങ്ങ് പഠിച്ചു വെച്ചാൽ മതി. എല്ലാത്തിന്റെയും ചിലപ്പോൾ എക്സ്പ്ലനേഷൻ മനസ്സിലാവണമെന്നില്ല. ആൻസർ പഠിച്ചു വെക്കുക. ആ ക്വസ്റ്റ്യൻ സെയിം വരികയാണെങ്കിൽ നമുക്ക് ആൻസർ ചെയ്യണം. ആ തരത്തിൽ പഠിച്ചു വെക്കുക. അങ്ങനെ പലതരത്തിലാണ് ഇത് പഠിക്കേണ്ടത്. ഇത് ഫ്രം ദ ടോപ്പ് ടു ദ ബോട്ടം ആണ്. അപ്പൊ നിങ്ങൾ കമ്മ്യൂണിക്കേഷൻ മനസ്സിലാക്കിയാണ് ആൻസർ പറയുന്നത്. പക്ഷെ എല്ലാത്തിനും അതുപോലെ പഠിച്ച് മനസ്സിലാക്കി പറയാൻ നോക്കിയാൽ ചിലപ്പോൾ ഒത്തില്ലെന്നിരിക്കുക. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ആൻസർ പഠിച്ചു വെക്കുക. അത് ചോദിച്ചാൽ എഴുതുന്ന പോലെ പഠിക്കുക. പക്ഷെ ഇവിടെ നമ്മൾ അങ്ങനല്ല. ഇത് നമ്മൾ വളരെ വെർബൽ ലേണിംഗ് ആണ്. നിങ്ങൾ എല്ലാവരും മനസ്സിലാക്കി തന്നെയാണ് എന്നോട് ഉത്തരം പറയുന്നത്. ഓക്കെ, ഫ്രം ടോപ്പ് ടു ബോട്ടം ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ, ഇൻ കമ്മ്യൂണിക്കേഷൻ ലാംഗ്വേജ് എന്ന് പറയുന്നത്, കമ്മ്യൂണിക്കേഷനിൽ ലാംഗ്വേജ് എന്ന് പറയുന്നത് ഏത് കോഡാണ്? നോൺ വെർബൽ കോഡ്, വെർബൽ കോഡ്, സിംബോളിക് കോഡ്, ഐക്കോണിക് കോഡ്. ഐക്കോണിക് എന്ന് പറഞ്ഞാൽ ഐക്കൺ പോലെ, അതും ഒരു തരത്തിലുള്ള പിക്ചർ പോലിരിക്കും. ചില പ്രത്യേക ഓബ്ജക്റ്റിനെ പ്രതിനിധാനം ചെയ്യാൻ. വെരി ഗുഡ്, വെരി ഗുഡ്. നിസ്തുല, നിസ്തുലയൊക്കെ ഉണ്ട് അല്ലേ? നിസ്തുല ഒരു പുതിയ പേരാണ് ഇന്ന്. ശ്യാം ശങ്കർ, വിദ്യ, ഹരിദാസ്, മഞ്ജുള, മനുജ, ദേവിക, അതുല്യ, നിമിഷ, ഗൗരി കൃഷ്ണ. ഓക്കെ, വെർബൽ കോഡാണ്. വളരെ കറക്റ്റ് ആണ് കേട്ടോ. ലതിക, മണിക്കുട്ടൻ, വെരി ഗുഡ്, വെരി ഗുഡ്. താങ്ക് യു വെരി മച്ച്. കാവ്യ, കവിത. ഓക്കെ, വെർബൽ കോഡാണ്. അപ്പൊ നോക്കിയേ, ഒരു കാര്യം നോക്കിയേ, നോൺ വേർബൽ കോഡ് എന്ന് പറയുന്നത് എല്ലാ സിംബൽസ് ആണ്. അതാണ് സി തന്നെ. സിംബോളിക് കോഡ് എന്ന് പറഞ്ഞാലും നോൺ വേർബൽ കോഡ് തന്നെയാണ്. ഐക്കോണിക് എന്ന് പറഞ്ഞാൽ അത് തന്നെയാണ്. ചില ഐക്കൺസ് പോലെ റെപ്രസെന്റേഷൻസ് ആണ്. ചില ഓബ്ജക്റ്റിന്റെ റെപ്രസെന്റേഷൻസ് ആണ്. അത് വെർബൽ അല്ല, അതും പടം പോലൊക്കെ ഇരിക്കും, ചിത്രങ്ങളൊക്കെ ആയിട്ടിരിക്കും ഐക്കോണിക് എന്ന് പറയുന്നത്. അപ്പൊ ഈ എയും സിയും ഡിയും നോൺ വെർബൽ ആണ്. അത് മനസ്സിലാക്കണമെന്നുള്ളതാണ് ഞാൻ പറഞ്ഞത്. ബി ആണ് ഇവിടെ വെർബൽ കോഡ്. ലാംഗ്വേജ് എന്ന് പറയുന്നത് എപ്പോഴും വെർബൽ കോഡാണ്. അത് പഠിച്ചു കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് അത് പിടികിട്ടി. ഓക്കെ, then a good teacher is one who tells his students that I don't know everything. എനിക്ക് എല്ലാമൊന്നും അറിയില്ല എന്ന് ക്ലാസ്സിൽ പോയി പറയരുത്. മണ്ടത്തരമാണ് കേട്ടോ. നമ്മുടെ ഒരു ബലഹീനത ഒരിക്കലും ക്ലാസ്സിൽ ചെന്ന് ആവശ്യമില്ലാതെ കയറി അങ്ങോട്ട് പറയരുത്. നമുക്ക് ചില കാര്യങ്ങൾ അറിയില്ല എന്ന് പറയേണ്ടി വരും. അറിയില്ല എന്നല്ല ഇവിടെ പറയുന്നത്. ഞാൻ നാളെ അത് കംപ്ലീറ്റ് ഒന്ന് റെഫർ ചെയ്തിട്ട് കൂടുതൽ കളക്ട് ചെയ്തിട്ട് ഞാൻ റെഫർ ചെയ്തിട്ട് ഞാൻ പറഞ്ഞുതരാം. എനിക്കറിയില്ല എന്ന് അവിടെ പറയേണ്ട കാര്യമേ ഇല്ല. ഞാൻ ഈ ക്വസ്റ്റ്യന്റെ ആൻസർ ഞാൻ കുറെ കൂടെ റെഫർ ചെയ്തിട്ട് പറഞ്ഞുതരാം. വിദ്യ, ഹരിദാസ്, ഡി ആണ് പറഞ്ഞിരിക്കുന്നത്. ഓൾ ദി എബവ് ആണ് അല്ലേ? ഓൾ ദി എബവ് ആണ്. ഞാനതൊന്ന് പറഞ്ഞു തരട്ടെ. സി ആണ് അല്ലേ? സിംപ്ലിഫൈസ് ദ സബ്ജക്ട് മാറ്റർ ഫോർ ദ സ്റ്റുഡൻസ്. നിസ്തുല കീപ്സ് ഓൺ അപ്ഡേറ്റിംഗ് ഹിസ് നോളജ് എന്ന് പറഞ്ഞിരിക്കുന്നു. അമ്പിളി സിംപ്ലിഫൈസ് ആണ് പറയുന്നത്. പിന്നെ സുജ എസ് കീപ്സ് ഓൺ അപ്ഡേറ്റിംഗ് ഹിസ് നോളജ് എന്ന് പറഞ്ഞിരിക്കുന്നു. ഓക്കെ, ഞാനതൊന്ന് പറയട്ടെ. നിക്ക് ടെൽസ് ഹിസ് സ്റ്റുഡൻസ് ദാറ്റ് ഐ ഡോണ്ട് നോ എവരിതിങ് എന്ന് പറയരുതെന്നാണ് ഞാനിപ്പോ പറഞ്ഞത് അല്ലേ? അതാരും വന്ന് പറയത്തില്ല. ക്ലാസ്സിൽ അങ്ങനെ കയറി എനിക്ക് എല്ലാ കാര്യങ്ങളും അറിയത്തില്ല എന്ന് കയറി. ആ എല്ലാ കാര്യങ്ങളും ആർക്കും അറിയില്ല. അതൊരു ഫാക്റ്റ് ആണ്. നമ്മൾ അത് കയറി കുട്ടികളുടെ മുമ്പിൽ പറയേണ്ട കാര്യമില്ല. അത് അപ്പൊ എ അല്ല. എ അല്ലാത്തത് കൊണ്ട് ഡിയും അല്ല. ഓൾ ദി എബോവ് വരില്ല. ഡി അല്ല. രശ്മി പ്ലീസ് നോട്ട്. ഫസ്റ്റ് cannot be the answer. So last will not be the answer. All the above ഇല്ല. പിന്നെ ആകെ നമ്മൾ ബിയും സിയും തമ്മിലാണ് കമ്പയർ ചെയ്യേണ്ടത്. സി എന്ന് പറഞ്ഞാൽ നമുക്ക് തോന്നും ആൻസർ കറക്റ്റ് ആണ്. സിംപ്ലിഫൈസ് ദ സബ്ജക്ട് മാറ്റർ ഫോർ ദ സ്റ്റുഡൻസ് എന്ന് പറഞ്ഞാൽ കുട്ടികൾക്ക് വേണ്ടി സബ്ജക്ട് മാറ്ററിനെ സിംപ്ലിഫൈ ചെയ്യുന്ന ഒരാളാണോ ടീച്ചർ എന്ന് പറയുന്ന ആള്? സിംപ്ലിഫൈ ചെയ്യണ്ടായെങ്കിലോ? കുട്ടികൾക്ക് അത് ആവശ്യമില്ല. അവർക്ക് ആവശ്യം അത്
അത് തന്നെ ആ സബ്ജക്ട് മാറ്റർ അതുപോലെ പഠിച്ചെടുക്കാൻ കഴിവുണ്ടെങ്കിൽ പിന്നെ എന്തിനാ നമ്മൾ സബ്ജക്ട് മാറ്റർ സിംപ്ലിഫൈ ചെയ്യുന്നത്? ഇഫ് ഓൺലി നീഡഡ് ദ ടീച്ചർ മേ സിംപ്ലിഫൈ ഇറ്റ്. അത് ടീച്ചറിന്റെ ജോലിയാണ്. ആവശ്യമെങ്കിൽ സിംപ്ലിഫൈ ചെയ്ത് കൊടുക്കും. പക്ഷെ സിംപ്ലിഫൈ ചെയ്ത് കൊടുക്കാനിരിക്കുന്ന ആളല്ല ടീച്ചർ എന്ന് പറയുന്ന ആൾ. വെരി ഗുഡ്. ഇപ്പൊ നിങ്ങൾക്ക് പിടികിട്ടി. കീപ്സ് ഓൺ അപ്ഡേറ്റിംഗ് ഹിസ് നോളജ്. ഇതാണ് ഒരു നല്ല ടീച്ചർ ആദ്യം ചെയ്യേണ്ടത്. അപ്ഡേറ്റ് ഹിസ് നോളജ്. Then automatically that will be reflected in his teaching. മനസ്സിലായി? എന്നും പഠിച്ചുകൊണ്ടിരിക്കുക. അപ്പോ നമ്മുടെ ആ ക്വാളിറ്റി അപ്ലിഫ്റ്റ്മെന്റ് നമ്മുടെ ടീച്ചിങ്ങിൽ റിഫ്ലക്റ്റഡ് ആയിക്കോളും. മനസ്സിലായില്ലേ? ഇപ്പൊ ക്ലാസ് എടുക്കുമ്പോൾ നമ്മളെല്ലാം എപ്പോഴും, ഞാൻ ഈ നെറ്റിന്റെ ഒക്കെ ക്ലാസ്സുകൾ എത്രയോ വർഷമായിട്ട് എടുക്കുന്നുണ്ട്. പക്ഷെ ഞാൻ എപ്പോഴും ഓരോ വർഷവും ഞാൻ ഇങ്ങനെ ക്ലാസ് എടുക്കുമ്പോൾ ഇതിനകത്ത് ഈ ക്വസ്റ്റ്യൻസ് എല്ലാം ഞാൻ കുറച്ചുകൂടെ അപ്ഡേറ്റ് ചെയ്യും. എന്ന് പറഞ്ഞാൽ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് എടുത്ത് ഇതിനകത്ത് ചേർത്ത് പവർ പോയിന്റ് ആക്കി ഇതിനകത്ത് ഉൾക്കൊള്ളിക്കും. പിന്നെ ചിലതിന്റെ വേർഡിംഗ് ഒക്കെ തെറ്റായിട്ടൊക്കെ കാണും, അതൊക്കെ ഒന്ന് മോഡിഫൈ ചെയ്യും, ഒന്നുകൂടെ കറക്റ്റ് ആയിട്ട് റെഡിയാക്കും. അങ്ങനെയുള്ള ചില മോഡിഫിക്കേഷൻ ഒക്കെ നമ്മൾ വരുത്തിക്കൊണ്ടിരിക്കും. നോട്ട്സ് വ്യത്യാസപ്പെടുത്തിക്കൊണ്ടിരിക്കും. അപ്പൊ ഇതൊക്കെ നമുക്ക് നമ്മുടെ പ്രൊഫഷണൽ ഗ്രോത്തിന് വളരെ സഹായിക്കുന്നതാണ്. നമ്മളൊരു നോട്ടും വെച്ചുകൊണ്ട് എല്ലാ വർഷവും ഇങ്ങനെ ക്ലാസ് എടുക്കേണ്ട കാര്യമില്ല. അങ്ങനെ ചെയ്യരുത് എന്നുള്ളതാണ്. അപ്പൊ അതാണ് ശ്രദ്ധിക്കേണ്ടത്. കീപ്സ് ഓൺ അപ്ഡേറ്റ്. ഇഫ് എ പർട്ടിക്കുലർ ടീച്ചർ കീപ്സ് ഓൺ അപ്ഡേറ്റിംഗ് ഹിസ് നോളജ്, then automatically that will be reflected in his teaching എന്നാണ് ഞാൻ പറഞ്ഞത്. അത് പിടികിട്ടി കാണും അല്ലെ? അപ്പൊ ബി ആണ് ഇവിടെ കറക്റ്റ്. രശ്മി കറക്റ്റ് ആയിട്ട് തിരുത്തി പറഞ്ഞല്ലേ? വെരി ഗുഡ്. ഫീഡ്ബാക്ക് ഓഫ് എ മെസ്സേജ് കംസ് ഫ്രം. എവിടുന്നാണ് ഫീഡ്ബാക്ക് വരേണ്ടത്? സാറ്റലൈറ്റ് ആണോ, മീഡിയ ആണോ, ഓഡിയൻസ് ആണോ, കമ്മ്യൂണിക്കേറ്റർ ആണോ? ഇവിടെ റിസീവർ എന്ന് പറയാൻ ആരാണ്? കറക്റ്റ്. അതുൽ, ഡോക്ടർ ശാലിനി, ദേവിക, നിസ്തുല, അശ്വതി, കാവ്യ, രശ്മ, ഷൈനി, എല്ലാവരും ഉണ്ട് കേട്ടോ. കറക്റ്റ് ആണ്. ഓഡിയൻസ് ആണ് ഇവിടെ റിസീവർ ആയിട്ടുള്ളത്. തെറ്റരുത്. കമ്മ്യൂണിക്കേറ്റർ അല്ല ഫീഡ്ബാക്ക് കൊടുക്കുന്നത്. സാറ്റലൈറ്റിൽ നിന്ന് ഫീഡ്ബാക്ക് വരില്ല. സാറ്റലൈറ്റിലൂടെ അതൊരു എന്താണ് പറയുന്നത്, ഒരു ചാനലായിട്ട് വേണേ കണക്കാക്കാം സാറ്റലൈറ്റിനെ. നമ്മളൊരു സെന്റർ അങ്ങോട്ട് കൊടുക്കുന്ന മെസ്സേജ് സാറ്റലൈറ്റിലൂടെയാണ് ഒരുപക്ഷെ റിസീവറിന് എത്തുന്നത്. അതുകൊണ്ട് അതിനെ വേണമെങ്കിൽ ഒരു ചാനൽ അല്ലെങ്കിൽ ഒരു മീഡിയ എന്നുള്ള അർത്ഥത്തിൽ വേണേ പറയാം. മീഡിയ സെക്കൻഡ്, അതും കറക്റ്റ് ആണ്. ഇവിടെ റിസീവറുടെ സ്ഥാനം വഹിക്കുന്നത് ഓഡിയൻസ് ആണ്. ഒരൊറ്റ ഓഡിയൻസ്, റിസീവറെ ഇവിടെ ഉള്ളൂ, ഓഡിയൻസ് അതാണ്. അപ്പൊ ഇതൊക്കെ മനസ്സിലാക്കി ഇരിക്കുക. ഓക്കെ. ഇഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ ടേക്സ് പ്ലേസ് വെൻ സോഴ്സ് ഈസ് അട്രാക്റ്റീവ് ആൻഡ് അഥോറിറ്റേറിയൻ. Source is attractive and authoritarian. Message design incorporates audience. Modern communication technologies are used. Receivers are passive recipients. Effective communication ആണെന്ന് ഓർക്കണം. ഓക്കെ, നിങ്ങൾ പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. സിയും ബിയും ഒക്കെയാണ് പറയുന്നത് അല്ലേ? ഓക്കെ. സി, modern communication technologies are used. Effective communication. അവിടെ ഒരു കാര്യം ഒന്ന് ഓർത്തിരിക്കണം. ഞാൻ പറയുന്നത് ശ്രദ്ധിച്ച്. ഇവിടെ ശ്യാം കറക്റ്റ് ആണ്. ശ്യാം ശങ്കർ മിടുക്കിയാണ് കേട്ടോ. അതുൽ എസ് കൃഷ്ണൻ മിടുക്കനാണ് അല്ലേ? അതുൽ മെയിലാണല്ലോ, മിടുക്കനാണ് കേട്ടോ. ഓക്കെ, ഒരു കാര്യം മാത്രം ഞാനൊന്ന് പറയട്ടെ, നിങ്ങൾ ശ്രദ്ധിച്ചേ. കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞു തന്നല്ലോ, വാട്ട് ഡിസ്റ്റിംഗ്വിഷ് ബിറ്റ്വീൻ ഗുഡ് കമ്മ്യൂണിക്കേഷൻ ആൻഡ് ഇഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ. ഓക്കെ. ഏത് ആസ്പെക്ട് ആണ്? എന്നോട് ഇപ്പൊ ഒന്ന് പറഞ്ഞേ, മിടുക്കരാരെങ്കിലും ഒന്ന് പറഞ്ഞേ. വാട്ട് എലമെന്റ് ഡിസ്റ്റിംഗ്വിഷസ് ഗുഡ് കമ്മ്യൂണിക്കേഷൻ ഫ്രം ഇഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ? ഏത് എലമെന്റ് ആണ് ഗുഡ് കമ്മ്യൂണിക്കേഷനെയും ഇഫക്റ്റീവ് കമ്മ്യൂണിക്കേഷനെയും തമ്മിൽ വേർതിരിക്കുന്നത്? അല്ലെങ്കിൽ ഒരു കമ്മ്യൂണിക്കേഷനെ ഇഫക്റ്റീവ് ആക്കുന്നത് ഏത് എലമെന്റ് നോക്കിയിട്ടാണ്? ആർക്ക് പറയാം ആ വാക്ക്? ആർക്ക് പറയാം? മറന്നുപോയോ? ഒരിക്കലും മറക്കരുതാത്ത വാക്കാണ്. കോണ്ടെക്സ്റ്റ് അല്ലല്ലോ. കോണ്ടെക്സ്റ്റ് ഫേവറബിൾ ആണെങ്കിൽ ഒരു കമ്മ്യൂണിക്കേഷൻ ഇഫക്റ്റീവ് ആവുമോ? വെരി ഗുഡ്. ഒരു നല്ല കൈയടി വിദ്യ ഹരിദാസിന്.
വെരി ഗുഡ്, വെരി ഗുഡ്. ചാനൽ അല്ല, അതിൽ കൃഷ്ണൻ ചാനൽ അല്ല. വിദ്യാ ഹരിദാസിന് ഞാനൊരു കൈയടി കൊടുക്കുന്നു. ഗിവ് ഹിയർ എ ബിഗ് ക്ലാപ്പ്. ഫീഡ്ബാക്ക്, ആ പേരൊരിക്കലും മറക്കരുത്. ഞാൻ എത്ര പ്രാവശ്യം കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു തന്ന വാക്കാണ് ഫീഡ്ബാക്ക്. ഇപ്പം നിങ്ങൾ എനിക്ക് തന്നുകൊണ്ടിരിക്കുന്നത് എന്താണ്? ഇപ്പൊ നിങ്ങൾ എനിക്ക് തന്നുകൊണ്ടിരിക്കുന്നത് ഫീഡ്ബാക്ക് ആണ്. അത് കറക്റ്റ് ഫീഡ്ബാക്ക് തരുമ്പോഴാണ് കമ്മ്യൂണിക്കേഷൻ ഇഫക്റ്റീവ് ആവുന്നത്. വെരി ഗുഡ് സുജ. വളരെ വളരെ കറക്റ്റ്. നിങ്ങൾ തരുന്ന ഫീഡ്ബാക്ക് ആണ് നിങ്ങളുടെ റെസ്പോൺസ്. അത് കറക്റ്റ് ആണെങ്കിലാണ് എനിക്ക് മനസ്സിലാകുന്നത് ഞാൻ അങ്ങോട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് പിടികിട്ടി, ഇഫക്റ്റീവ് ആകുന്നത്. മനസ്സിലായല്ലോ? അപ്പൊ ഇഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ സംതിങ്, ഈ ഫീഡ്ബാക്ക് ഉണ്ടാകണം. ഫീഡ്ബാക്ക് ഇല്ലെങ്കിൽ അത് ഇഫക്റ്റീവ് ആകില്ല. ഫീഡ്ബാക്ക് തരേണ്ടത് ആരാണ്? റിസീവറാണ് തരേണ്ടത്. അപ്പൊ ഇവിടെ റിസീവറുമായിട്ട് ബന്ധപ്പെട്ട ഒരു ആൻസർ ആണ് അതാ ക്ലൂ എന്ന് പറയുന്നത്. റിസീവറുമായിട്ട് ബന്ധപ്പെട്ട ഒരു സോഴ്സ് ഈസ് അട്രാക്റ്റീവ് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. മോഡേൺ ടെക്നോളജി ഉപയോഗിച്ചെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. റിസീവേഴ്സ് ആണ് അവിടെ. റിസീവർ പാസീവ് റെസിപ്പിയൻസ് ആയാൽ ഒരിക്കലും ഇഫക്റ്റീവ് ആവില്ല. അപ്പൊ പിന്നെന്താണ്? മെസ്സേജ് ഡിസൈൻ ഇൻകോർപ്പറേറ്റ്സ് ഓഡിയൻസ്. ഓഡിയൻസിനെ അത് നന്നായിട്ട് ഇൻകോർപ്പറേറ്റ് ചെയ്യത്തക്ക തരത്തിൽ മെസ്സേജ് ഡിസൈൻ ചെയ്യുന്നു. മെസ്സേജ് ഡിസൈൻ അതുപോലെ ആയിരിക്കുന്നു എന്നാണ് അതിന്റെ അർത്ഥം. മെസ്സേജ് ഡിസൈൻ ഈസ് in such a way that it can incorporate the audience properly. ഓഡിയൻസിനെ നന്നായിട്ട് ഇൻകോർപ്പറേറ്റ് ചെയ്യിക്കാൻ കഴിയുന്ന തരത്തിലുള്ള മെസ്സേജ് ഡിസൈൻ ആണ് എന്നാണ് അതിന്റെ അർത്ഥം. അപ്പോൾ ഏതാണ് കറക്റ്റ്? ബി ആണ്. ഓക്കെ, ഇപ്പൊ പിടികിട്ടിയല്ലോ, ബി ആണ്. ഇത് സംശയം വരുന്നതാണ്. നല്ല ഒരു ഇത് നന്നായിട്ട് മനസ്സിലാക്കിയില്ലെങ്കിൽ ഇത് തെറ്റാവുന്നതാണ് കേട്ടോ. എല്ലാവരും സി എന്ന് എഴുതും, പക്ഷെ സി അല്ല എന്നുള്ളത് ഓർത്തിരിക്കുക. ഇഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ ഇഫക്റ്റീവ് ആണെങ്കിൽ ഫീഡ്ബാക്ക് ആണ് ഉണ്ടാകുന്നത്. ആ ഫീഡ്ബാക്ക് കൊടുക്കേണ്ടത് റിസീവർ ആണ്, സെൻഡർ അല്ല, സോഴ്സ് അല്ല. ആ റിസീവറുമായിട്ട് ബന്ധപ്പെട്ട രണ്ട് ഓപ്ഷൻ ഇവിടെ ഉണ്ട്, ബിയും ഉണ്ട് ഡിയും ഉണ്ട്. പക്ഷെ ഡി എന്ന് പറയുന്ന റിസീവേഴ്സ് ആർ പാസീവ് റെസിപ്പൻസ് എന്നാണ് പറയുന്നത്. അവർ ആക്റ്റീവ് അല്ല. ആക്റ്റീവ് അല്ലെങ്കിൽ ഒരിക്കലും ഇഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവില്ല. പിന്നെ ബി ആണ് കറക്റ്റ്. ഓക്കെ, അങ്ങനെയാണ് നമ്മൾ ക്ലൂ വെച്ച് ഇത് ഐഡന്റിഫൈ ചെയ്യേണ്ടത്. അങ്ങനെയാണ്. ഓക്കെ, എ ഗുഡ് കമ്മ്യൂണിക്കേറ്റർ ഈസ് വൺ ഹു ഓഫേഴ്സ് ടു ഹിസ് ഓഡിയൻസ് എ പ്ലെന്റിഫുൾ ഓഫ് ഇൻഫർമേഷൻ. ഒരു നല്ല കമ്മ്യൂണിക്കേറ്റർ എന്ന് പറഞ്ഞാൽ തൻ്റെ ഓഡിയൻസിന് അറിവുകൾ പ്രദാനം ചെയ്യുന്ന ലാർജ് ക്വാണ്ടിറ്റി ഓഫ് ഇൻഫർമേഷൻസ് കൊടുക്കുക. എന്നാൽ അടുത്തത് നോക്കി, ഗുഡ് എമൗണ്ട് ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് കൊടുക്കുക. സ്റ്റാറ്റിസ്റ്റിക്സ് നല്ല എമൗണ്ടിൽ കൊടുത്തത് കൊണ്ട് കാര്യമുണ്ടോ? കൺസൈസ് പ്രൂഫ് കൊടുക്കുക. എന്തെങ്കിലും ഒരു കാര്യം പറയുമ്പോൾ അതിന്റെ പ്രൂഫ് കൊടുക്കുക, വ്യക്തമായ പ്രൂഫ് കൊടുക്കുക. റെപ്പറ്റീഷൻ ഓഫ് ഫാക്ട്സ് എന്നാ പറയുക. കൊടുത്ത ഫാക്റ്റിന് കൂടുതൽ റെപ്പറ്റീഷൻ കൊടുക്കുക, പല പ്രാവശ്യം ആവർത്തിക്കുക എന്ന് പറഞ്ഞത് കൊണ്ട് കാര്യമില്ല. നിങ്ങൾക്കത് പിടികിട്ടി തുടങ്ങിയില്ല. ഞാൻ പറഞ്ഞപ്പോ എല്ലാവരും ഡി സിയിൽ നിൽക്കുകയാണ്. അങ്ങനെയല്ല കാവ്യ, അതുൽ, അങ്ങനല്ല. ഇതിൽ നാലിൽ ഏറ്റവും നമുക്ക് യൂസ്ഫുൾ ആയിട്ടുള്ളത് ഏതാണെന്നുള്ളതാണ്. സ്റ്റാറ്റിസ്റ്റിക്സ് വെച്ചല്ല നമ്മൾ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്, ഇൻഫോർമേഷൻ ആണ്. വെരി ഗുഡ്, വെരി ഗുഡ്. സുജ, ശ്യാം, മനുജ, അശ്വതി, വിദ്യ, ദേവിക, രേഷ്മ. ഓക്കെ, വെരി ഗുഡ്. പ്ലെന്റിഫുൾ ഓഫ് ഇൻഫർമേഷൻ ആണ്. അറിവ് പ്രദാനം ചെയ്യുക, അതാണ് വളരെ വളരെ ഒരു നല്ല കമ്മ്യൂണിക്കേറ്റർ ചെയ്യുന്നത്. അറിവ് ഓഡിയൻസിന് പ്രദാനം ചെയ്യുക എന്നുള്ളതാണ്. കുറച്ച് സ്റ്റാറ്റിസ്റ്റിക്സ് കൊടുക്കുക, കൺസൈസ് പ്രൂഫ് കൊടുക്കുക, റെപ്പറ്റീഷൻ കൊടുക്കുക എന്നൊക്കെ പറയുന്നത് ഈ ഇൻഫോർമേഷനോട് ചേർന്ന് വരേണ്ട കാര്യങ്ങളാണ്. ഓൾ ആർ സപ്പോർട്ടിങ് ആൻഡ് സബ്സിഡിയറി ഐറ്റംസ് ആണ്, സപ്പോർട്ടിങ് ഡോക്യുമെന്റ്സ് ആണ്. നമ്മളൊരു ആശയം പറയുമ്പോൾ in order to prove and establish that idea, that information, we may be submitting certain statistics. We may be submitting certain proof. In order to make the information clear, we may be repeating the idea. Information establish and statistics present cheyanam, proof present cheyanam, adu tharavaganayitte pala pravasham repeat cheyum cheyum. Appo ellam aa information ബേസ് ചെയ്തുകൊണ്ട് നിൽക്കുന്ന
കാര്യങ്ങളാണ് ഈ ബാക്കി മൂന്നും എന്നുള്ളത് മനസ്സിലാക്കുമ്പോൾ എ ആണ് മോസ്റ്റ് അപ്രോപ്രിയേറ്റ് എന്ന് നമുക്ക് മനസ്സിലാകും. ഓക്കെ, കമ്മ്യൂണിക്കേഷൻ വിൽ ബി ഇഫക്റ്റീവ് ഇഫ് ഇറ്റ് ഈസ് ഡെലിവേർഡ് സ്ലോലി ആൻഡ് ക്ലിയർലി. സ്ലോലി ആൻഡ് ക്ലിയർലി. ഇഫക്റ്റീവ് ആകുക എന്ന് പറഞ്ഞാൽ അവിടെ ഒരു കാര്യം ഓർത്തോണേ, കമ്മ്യൂണിക്കേഷൻ ഇഫക്റ്റീവ് ആകുക എന്ന് പറഞ്ഞാൽ സംതിങ് റിലേറ്റഡ് ടു റിസീവർ ആണ്. ഡെലിവേർഡ് എന്ന് പറഞ്ഞാൽ ഇവിടെ സെൻഡർ ആണ് ചെയ്യുന്നത്, അതല്ല. ഡെലിവേർഡ് സ്ലോലി ആൻഡ് ക്ലിയർലി അവിടെ നിൽക്കട്ടെ, ഡെലിവേർഡ് യൂസിങ് അപ്രോപ്രിയേറ്റ് മീഡിയ എന്നുള്ളത് അവിടെ നിൽക്കട്ടെ. സിയും ഡിയും വെരി ഗുഡ്, വെരി ഗുഡ്. നിങ്ങൾ ഇപ്പൊ കറക്റ്റ് ആണ്. ഓക്കെ, റിസീവ്ഡ് ഇമ്മീഡിയറ്റ്ലി എന്ന് പറഞ്ഞത് കൊണ്ട് കാര്യമില്ല. പെട്ടെന്ന് സ്വീകരിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് എന്താ കാര്യം? അത് മനസ്സിലാക്കി എന്നുള്ളതാണ്. വെരി ഗുഡ്, വെരി ഗുഡ്. രമാദേവി, അശ്വതി, ശ്യാം ശങ്കർ, അശ്വതി KB, മനുജ. റിസീവ്ഡ് ആസ് ഇന്റൻഡഡ് ബൈ ദ സെൻഡർ, അതാണ് കറക്റ്റ്. സെൻഡർ ഉദ്ദേശിച്ചതുപോലെ റിസീവർ സ്വീകരിക്കുന്നു. അണ്ടർസ്റ്റുഡ് ദ പർട്ടിക്കുലർ മെസ്സേജ് ആസ് എക്സ്പെക്ടഡ് ബൈ ദ സെൻഡർ, അതാണ് ഇഫക്റ്റീവ് കമ്മ്യൂണിക്കേഷന്റെ ലക്ഷണം. ക്ലിയർ ആയല്ലോ? സുജ യെസ്, എല്ലാവരും മിടുക്കലാണ് കേട്ടോ. ഇപ്പൊ നല്ല ഇതായി. ഞാൻ ആ ഒരു ക്വസ്റ്റ്യൻ പറഞ്ഞപ്പോൾ ഒന്ന് പമ്മി എന്നുള്ളതേ ഉള്ളൂ, സ്ലോ ആയി പോയെന്നേ ഉള്ളൂ. ഇപ്പൊ നല്ല ആക്റ്റീവ് ആയിട്ട് വീണ്ടും വരികയാണ് കേട്ടോ. ഓക്കെ, വെരി ഗുഡ്, വെരി ഗുഡ്. അപ്പൊ ഞാൻ ഇനിയും നിങ്ങൾ തെറ്റിക്കില്ല. ഇഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ സംതിങ് റിലേറ്റഡ് ടു ഫീഡ്ബാക്ക് ആണ്, അല്ലെങ്കിൽ തന്നെ റിസീവർ എന്ന് ഓർത്തിരിക്കണം. റിസീവർ. ഇവിടെ കമ്മ്യൂണിക്കേഷൻ നീഡ്സ് എ സെൻഡർ, റിസീവർ, മെസ്സേജ്. ഞാൻ പറഞ്ഞല്ലോ SMR. ആ കോഡൊന്ന് ഇവിടുന്ന് എഴുതാമോ ആർക്കെങ്കിലും? ഹലോ, ദീപ, അശ്വതി, ഷൈനി, ദേവിക, അമ്പിളി. ഞാൻ ഇന്നലെ ഒരു കോഡ് പറഞ്ഞു തന്നല്ലോ, ബേസിക് എസെൻഷ്യൽ എലമെന്റ്സ്, ബേസിക് എലമെന്റ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ. അതിന്റെ ഫസ്റ്റ് കോഡിന്റെ വാക്കുകളാണ്. SMR, CCBF. അമ്പിളി ഞാൻ കൈയടി തരുന്നു കേട്ടോ. അമ്പിളി, അതുൽ എസ് കൃഷ്ണൻ, വെരി ഗുഡ്, വെരി ഗുഡ്. നിങ്ങൾ സമർത്ഥരാണ്. ദേവിക, SMR, CCBF, വെരി ഗുഡ്, വെരി ഗുഡ്. അത് എന്താണെന്ന് ഇപ്പൊ ഞാൻ ചോദിക്കണ്ട, നിങ്ങൾക്ക് അറിയാതെ. SMR സെൻഡർ, മെസ്സേജ്, റിസീവർ, ചാനൽ, കോണ്ടെക്സ്റ്റ്, ബാരിയർ, ഫീഡ്ബാക്ക്. ഇതാണ് അല്ലേ? അതിലെ ആദ്യത്തെ മൂന്ന്, മനുജ, ദേവിക, എല്ലാവരും കറക്റ്റ് ആണ് കേട്ടോ, മിടുക്കരാണ്. ഓക്കെ, വെരി ഗുഡ്. ആദ്യത്തെ SMR എന്ന് പറയുന്ന സാധനമാണ് സെൻഡർ, റിസീവർ, സെൻഡർ, മെസ്സേജ്, റിസീവർ. അതാണ് ബേസിക്കൽ. അതിന്റെ കമ്മ്യൂണിക്കേഷൻ ഏറ്റവും എസെൻഷ്യൽ ഘടകങ്ങളാണ്. അതുകൊണ്ട് ഇവിടെ ഓൾ ദി എബോവ് ആണ് കറക്റ്റ് കേട്ടോ. വെരി ഗുഡ്. ഇഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ ഡസ് നോട്ട് റിക്വയർ. ഇഫക്റ്റീവ് കമ്മ്യൂണിക്കേഷന് വേണ്ടാത്തതെന്ന് പറഞ്ഞാൽ ഒട്ടും വേണ്ടാന്നൊന്നും അർത്ഥമില്ല. പക്ഷെ തമ്മിൽ വോയിസ് മോഡുലേഷൻ വളരെ അത്യാവശ്യമാണ്. ഹാൻസം അപ്പിയറൻസ്, ആളിന്റെ അപ്പിയറൻസ് ആണ്. ആള് നല്ല ചാമിങ് ആയിരിക്കണം അല്ലേ? ഹാൻഡ്സ് അപ്പിയറൻസ്, ഫേഷ്യൽ എക്സ്പ്രഷൻ നന്നായിട്ട് വേണ്ടതാണ്. അത് സ്റ്റുഡൻസ് ഇൻവോൾവ്മെന്റും വേണം. പക്ഷെ അപ്പൊ വേണ്ടാത്തത് ഏതാണ്? വേണ്ടാത്തതെന്ന് പറഞ്ഞാണ് ലീസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഹാൻഡ്സം അപ്പിയറൻസ്. വെരി ഗുഡ്, നിങ്ങൾ കറക്റ്റ് ആയിട്ട് പറഞ്ഞു. വെരി ഗുഡ്, കറക്റ്റ് ആയിട്ട് പറഞ്ഞു. ഹാൻഡ്സം അപ്പിയറൻസ് എന്നതിന് ഹാൻഡ്സം അപ്പിയറൻസ് വേണ്ടാന്നൊന്നും അർത്ഥമല്ല. അതിന് ലീസ്റ്റ് ഇമ്പോർട്ടൻസേ ഉള്ളൂ. ബാക്കി വെൻ കമ്പയർഡ് ടു ഓൾ അതേഴ്സ് ഇതാണ് ഏറ്റവും ഇമ്പോർട്ടൻസ് കുറഞ്ഞത് എന്നുള്ള അർത്ഥത്തിൽ എടുത്താൽ മതി. പേഴ്സണാലിറ്റി, ഹാൻഡ്സം പേഴ്സണാലിറ്റി അല്ലെ, അതുപോലുള്ള എന്താ പറയുന്നത്, ക്വാളിഫിക്കേഷൻ ഓഫ് ദ ക്വാളിഫിക്കേഷൻ തന്നെയല്ല, പിന്നെ എന്താണ്, പബ്ലിക്കേഷൻ, പേപ്പേഴ്സ് പബ്ലിഷ്ഡ്, ഇങ്ങനൊക്കെ പറയുന്നതും ടീച്ചിങ് ഇഫക്റ്റീവ്നെസ്സുമായിട്ട് ബന്ധിപ്പിക്കുന്നവരെ വളരെ ലീസ്റ്റ് ആയിട്ടുള്ള ഇമ്പോർട്ടൻസ്. അതുകൊണ്ട് അതൊന്നും എടുക്കണ്ടെന്നോ അത് വേണ്ടെന്നൊന്നും അർത്ഥമില്ല എന്നൂടെ ഓർത്തിരുന്നു. ആൻ ഇഫക്റ്റീവ് ടീച്ചർ വിൽ എൻഷുവർ കോഓപ്പറേഷൻ എമംഗ് ഹിസ് സ്റ്റുഡൻസ്. അത് വേണ്ടിയതാണ്. റോൾ ഓൺ ഹിസ് പാർട്ട് എന്ന് പറഞ്ഞാൽ ഒരിക്കലും ശരിയല്ല, നെവർ അഡ്വൈസബിൾ ആണ്. ലേസി ഫെയർ എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാമോ? ഗിവിംഗ് ഫുൾ ഫ്രീഡം വിത്ത് മിനിമം റെസ്ട്രിക്ഷൻ, അല്ലെങ്കിൽ നോ റെസ്ട്രിക്ഷൻ. ഒരു റെസ്ട്രിക്ഷനും ഇല്ലാതെ കുട്ടികൾക്ക് ഫുൾ ഫ്രീഡം കൊടുക്കുന്ന അധ്യാപകർക്ക് പറയുന്ന പേര് ലേസി ഫെയർ ടീച്ചർ എന്നാണ്. ലെറ്റ് അലോൺ. വെരി ഗുഡ്, വെരി ഗുഡ്. ലെറ്റ് അലോൺ, ലെറ്റ് ദം alone, leave them alone.
നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചെയ്തോളാൻ പറയുന്നവരെയാണ്. അപ്പം ബി അല്ല എന്നുള്ളത് മനസ്സിലായി. പിന്നെ കോമ്പറ്റീഷൻ എമംഗ് സ്റ്റുഡൻസ് മാത്രം പോരായല്ലോ, ഡി വായിക്കുന്നുണ്ടെങ്കിൽ മനസ്സിലാവും. കോഓപ്പറേഷൻ ഓർ കോമ്പറ്റീഷൻ ആസ് ദ സിറ്റുവേഷൻ ഡിമാൻഡ്സ്. അതാണ് കറക്റ്റ്. കോഓപ്പറേഷനും കോമ്പറ്റീഷനും ഒക്കെ വേണം, അത് സിറ്റുവേഷന്റെ നേച്ചറിനനുസരിച്ച് കൊടുക്കണം എന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. ബി നമുക്ക് വേണ്ടാത്ത കാര്യമാണ്. എയും സിയും ആവശ്യമുള്ളപ്പോൾ വേണ്ടിയതാണ്. ആ വേണ്ടിയതായിട്ട് ചേർത്താണ് ഡി പറഞ്ഞിരിക്കുന്നത്. അപ്പൊ തീർച്ചയായിട്ടും ഡി ആണ് അവിടുത്തെ ഏറ്റവും കറക്റ്റ് ആൻസർ. വെരി ഗുഡ്, നിങ്ങൾ കറക്റ്റ് ആയിട്ട് അത് പറഞ്ഞു കേട്ടോ. ഓക്കെ, നമ്മൾ ഗ്രേപ്പ് വൈൻ കമ്മ്യൂണിക്കേഷൻ കഴിഞ്ഞ ദിവസം പറഞ്ഞതാണ് അല്ലേ? എന്താണ്? ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷൻ നെറ്റ്വർക്ക് ആണ്. ഓക്കെ, അപ്പോ the term grapevine is also known as informal communication, upward communication, horizontal communication, downward communication. ഒരു വർഷം ചോദിച്ചതാണിത്, എക്സാമിന് ചോദിച്ചു. 2015 ജൂണിലെ ക്വസ്റ്റ്യൻ ആണ്. വെരി ഗുഡ്. ഇപ്പൊ നിങ്ങൾ ഓർക്കുന്ന ഈസി ആണെന്നല്ലേ? കാവ്യ, വളരെ ഈസി ആണെന്ന് തോന്നുന്നല്ലേ? ഓക്കെ, ഒരുപക്ഷെ അത് കേട്ടില്ലായിരുന്നെങ്കിൽ നമുക്ക് ഒരുപക്ഷെ അറിയണമെന്നില്ല. വെരി ഗുഡ്, വെരി ഗുഡ്. അശ്വതി, രേഷ്മ, ഡോക്ടർ ശാലിനി, വിദ്യ, എല്ലാവരും കറക്റ്റ് ആയിട്ട് പറഞ്ഞിരിക്കുന്നു. ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷൻ ആണ് ഗ്രേപ്പ് വൈൻ എന്ന പേര്, കേട്ടാൽ ഓർക്കണം. ഓക്കെ, നെക്സ്റ്റ് ഒരു 2014 ക്വസ്റ്റ്യൻ ആണ്. ഇൻ എ ക്ലാസ് റൂം ദ ടീച്ചർ സെൻസ് ദ മെസ്സേജസ് ഐദർ ആസ് വേർഡ്സ് ഓർ ഇമേജസ്. വേർഡ്സ് ആക്കിയോ ഇമേജസ് ആക്കിയോ, അതായത് വെർബൽ കോഡ് ഉപയോഗിച്ചോ നോൺ വെർബൽ കോഡ്. ഇമേജ് എന്ന് പറഞ്ഞാൽ നോൺ വെർബൽ കോഡാണ്. എന്തായാലും കോഡുകളാക്കി മെസ്സേജിനെ ഒരു ടീച്ചർ സെൻഡ് ചെയ്യുന്നു. അപ്പൊ സ്റ്റുഡൻസ് ഇവിടെ ആരാണ്? ദ സ്റ്റുഡൻസ് ആർ, സ്റ്റുഡൻസ് എന്താണ്? റിസീവ് ചെയ്യുന്നവരാ അല്ലേ? വെരി ഗുഡ്, വെരി ഗുഡ്. എൻകോഡേഴ്സ്, ഡീകോഡേഴ്സ്, അജിറ്റേറ്റേഴ്സ്, പ്രൊപ്പഗേറ്റേഴ്സ്. അജിറ്റേറ്റേഴ്സും പ്രൊപ്പഗേറ്റേഴ്സും അല്ല. ഏതായാലും അജിറ്റേഷൻ എന്നൊക്കെ പറഞ്ഞ് എതിർക്കുന്നവരെന്നൊക്കെയാണ്. അപ്പൊ അതൊന്നും അല്ല. എൻകോഡറും ഡീകോഡുമാണ്. എൻകോഡർ ഇവിടെ ടീച്ചറാണ്, സ്റ്റുഡൻസ് അപ്പൊ ഡീകോഡർ ആണ്. വെരി ഗുഡ്, വെരി ഗുഡ്. എല്ലാവരും കറക്റ്റ് ആയിട്ട് പറഞ്ഞു കേട്ടോ. താങ്ക് യു വെരി മച്ച്. ഇതിൽ റെസ്പോൺസ് ഇടാത്തവര് ചിലരുണ്ട് കേട്ടോ. എനിക്ക് എപ്പോഴും ഞാൻ യൂഷ്വലി കുറച്ച് പേരെയാണ്, ഇപ്പൊ ഒരു ഗ്രൂപ്പ് ഓഫ് പേരെയാണ് കാണുന്നത് കേട്ടോ. മറ്റുള്ളവരോട് ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങളൊന്ന് ഇതിനകത്തൊന്ന് 40 പേര് ഇപ്പൊ ഇതിനകത്തുണ്ട് കേട്ടോ. കുറച്ച് പേര് ചെയ്തോട്ടെ, ഞാനിപ്പോ കംഫർട്ടബിൾ ആയിട്ട് ചാരി കിടന്ന് ഇത് കണ്ടോളാം എന്നൊക്കെയാണ് എനിക്ക് നിങ്ങളെ കാണാൻ പറ്റാത്തതുകൊണ്ടാണ്. അപ്പോ നീതിപൂർവ്വം നിങ്ങൾ ഞാൻ ഇച്ചിരി സമയം തരുന്ന ചില ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് കംഫർട്ടബിൾ ആയിട്ട് അതിന് ആൻസർ ചെയ്ത് ഇതിനകത്തൊന്ന് പോസ്റ്റ് ചെയ്തേക്കും. അറ്റ്ലീസ്റ്റ് നിങ്ങളുടെ പേരെങ്കിലും ഇതിനകത്തൊന്ന് വരട്ടെ കേട്ടോ. നിസ്തുല, അമ്പിളി, ഗൗരി കൃഷ്ണ, ദീപ ഒ, സുജ എസ്, രേഷ്മ എസ് ബോസ് കണ്ടോ. എനിക്ക് നിങ്ങളുടെ പേരൊന്ന് വായിക്കാൻ കഴിയണം കേട്ടോ. നമുക്ക് വലിയ സന്തോഷമുള്ള കാര്യമാണ്. നിങ്ങള് അപ്പോ ഇതുവരെ ക്വസ്റ്റ്യൻ ചെയ്യാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരുടെ ഒരു പേര് ഇതിനകത്ത് വരാൻ വേണ്ടി ശക്തമായിട്ട് നിങ്ങളൊന്ന് ചെയ്യുക. ഇന്ന് നോക്കണ്ട, അടുത്ത ക്ലാസ്സിൽ ആയാലും മതി. നിങ്ങളെ ഒരു പ്രാവശ്യമെങ്കിലും ഇതിനകത്തൊന്ന് വരാൻ ശ്രദ്ധിക്കുക എന്നുള്ളത് ഞാൻ പറയും. ഒരു പ്രാവശ്യം വന്നു കഴിഞ്ഞാൽ നിങ്ങൾ അടുത്തത് പിന്നെ നമുക്ക് താല്പര്യം കയറിക്കോളും. പടപടാൻ നിങ്ങൾ ഉത്തരം പറയാൻ ശ്രമിക്കും. ഓക്കെ, വെരി ഗുഡ്. ഇവിടെ ഡീകോഡേഴ്സ് ആണ് കറക്റ്റ് ആൻസർ. ആൻസർ ബി ആണ് കേട്ടോ. ഡീകോഡ് ചെയ്യുക എന്ന് പറഞ്ഞാല് ഈ വേർഡ്സും ഇമേജസും, ടീച്ചർ അയച്ചു തന്ന വേർഡ്സും ഇമേജസ് എല്ലാം റിസീവ് ചെയ്തിട്ട് അതിനെ ഒറിജിനൽ മെസ്സേജ് ആക്കി മാറ്റുന്നു. ഡീകോഡിംഗ് ഈസ് ദ പ്രോസസ് ഓഫ് കൺവേർട്ടിംഗ് ദ കോഡഡ് മെസ്സേജ് ഇൻ ടു ഒറിജിനൽ മെസ്സേജ്. അതാണ് ഡീകോഡിംഗ്. എൻകോഡിംഗ് മീൻസ് converting the original message into coded message. Codes and symbols, verbal and non-verbal codes എന്ന് പറയും. ഭാഷ ഉപയോഗിച്ച് ചില വരകളോ ചിത്രങ്ങളോ ഒക്കെ ഉപയോഗിച്ച് അതിനെ കൺവേർട്ട് ചെയ്യുന്നതിനെയാണ് എൻകോഡിംഗ് എന്ന് പറയുന്നത്. തിരിച്ചുണ്ടാക്കുന്നതിനെയാണ് ഡീകോഡിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, കഴിഞ്ഞ ക്ലാസ്സിൽ ഞാനത് പറഞ്ഞു തന്നതാണ്. 2015 ജൂണിൽ ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ ഇതാണ്. Which of the following is not a principle of effective communication? Effective communication വളരെ വളരെ പല പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട് കേട്ടോ. വളരെ വളരെ പ്രധാനപ്പെട്ടതാണ്. ഇഫക്റ്റീവ് കമ്മ്യൂണിക്കേഷന്റെ പ്രിൻസിപ്പിൾ അല്ലാത്തതെന്നാണ് ഇവിടെ ചോദ്യം. ഓക്കെ, ഇവിടെ പറഞ്ഞോ, രേഷ്മ, ദീപയൊക്കെ പറഞ്ഞോ.
പാർട്ടിസിപ്പേഷൻ ഓഫ് ദ ഓഡിയൻസ് വളരെ പ്രധാനപ്പെട്ടതാണ്, ഇഫക്റ്റീവ് കമ്മ്യൂണിക്കേഷന് വേണ്ടിയതാണ്. വൺ വേ ട്രാൻസ്ഫർ ഓഫ് ഇൻഫർമേഷൻ അവിടെ നിൽക്കട്ടെ. വൺ വേ ട്രാൻസ്ഫർ ആണെന്നോ നമ്മൾ പ്രിഫർ ചെയ്യുന്നേ? അല്ല, 2 വേ ആണ്, സർക്കുലർ ആണ്. അപ്പൊ അതവിടെ നിൽക്കട്ടെ. സ്ട്രാറ്റജിക് യൂസ് ഓഫ് ഗ്രേപ്പ് വൈൻ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം എന്നൊന്ന് മനസ്സിലാക്കണം, ഇല്ലെങ്കിൽ നമ്മൾ അത് കയറി ഉപയോഗിച്ചു കളയും. സ്ട്രാറ്റജിക് യൂസ് ഓഫ് ഗ്രേപ്പ് വൈൻ എന്ന് പറഞ്ഞാൽ നമ്മൾ വളരെ ഫോർമലായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ചില ഇൻഫോർമൽ കാര്യങ്ങൾ പറയും. ഒന്ന് ഓക്കെ നിങ്ങൾ പറഞ്ഞ കറക്റ്റ് ആണ്, ബി കറക്റ്റ് ആണ്, പക്ഷെ ഞാൻ ആ സ്ട്രാറ്റജിക് യൂസ് ഓഫ് ഗ്രേപ്പ് വൈൻ എന്ന് പറഞ്ഞോട്ടെ. ഓക്കെ, ഒരു ടീച്ചർ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. നമ്മൾ ക്ലാസ് ഒക്കെ പഠിച്ച് അവതരിപ്പിച്ച് കഴിഞ്ഞിട്ട് ലാസ്റ്റിൽ ഞാനൊരു പാട്ട് പാടി. ആ പാട്ട് പാടിയപ്പോൾ തന്നെ ഒരു ഇൻഫോർമൽ നേച്ചർ വന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ ചോദിച്ചു നിങ്ങളോട് വാവ ഉള്ളവരൊക്കെ ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഒരാൾ പറഞ്ഞു വാവ ആ സ്റ്റേജ് കഴിഞ്ഞു, 1ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. ഓക്കെ, അപ്പൊ ഞാൻ നിങ്ങളോടൊരു കാഷ്വൽ ടോക്കാണ് നടത്തിയത്. അതെ, ഡോക്ടർ ശാലിനിയാണ് എന്നോടത് അങ്ങനെ പറഞ്ഞത് അല്ലേ? ഓക്കെ, അപ്പൊ വളരെ സന്തോഷമുണ്ട്. അപ്പൊ ആ സമയത്ത് നമ്മുടെ ടോൺ എന്ന് പറഞ്ഞ ഒരു ഇൻഫോർമൽ ടോണായി മാറി. അതുവരെ നമ്മൾ ഫോർമലായിട്ട് പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് അതിനൊരു വെറൈറ്റി ആയിട്ടാണ് ഒരു ഇൻഫോർമൽ ടോൺ നമ്മൾ മനഃപൂർവ്വം അവിടെ കയറ്റി കൊണ്ടുവന്നതാണ്. ഒരു പാട്ട് പാടി നമ്മൾ നിങ്ങളുടെ പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഞാൻ ചോദിക്കാൻ തുടങ്ങി. എല്ലാവരുടെയും കാര്യങ്ങൾ പറയിക്കാൻ സമയമില്ല, എങ്കിലും ഒരു റാൻഡമായിട്ട് പലരോട് നമ്മളിങ്ങനെ ചോദ്യം ചോദിച്ച് മറുപടി പറയിക്കുകയൊക്കെ ചെയ്യുന്നത്. അതിന് പറയുന്ന പേരാണ് സ്ട്രാറ്റജിക് യൂസ് ഓഫ് ഗ്രേപ്പ് വൈൻ. പിടികിട്ടിയല്ലോ? നമ്മളിപ്പം ഗൗരവമായിട്ട് ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ കുറച്ചങ്ങോട്ട് കഴിയുമ്പോൾ നമുക്ക് അവരുടെ ഫേസ് നോക്കുമ്പോൾ, കുട്ടികളുടെ ഫേസ് നോക്കുമ്പോൾ മനസ്സിലാവും കുറച്ചൊക്കെ ഒരു കേട്ടിരുന്ന് മുഷിഞ്ഞെന്നോ ബുദ്ധിമുട്ട് തോന്നുമ്പോൾ നമ്മൾ ഇങ്ങനെയൊക്കെ കൊടുക്കുന്ന ചില വെറൈറ്റികൾ, അല്പനേരം കാഷ്വൽ ടോക്സ് ഒക്കെ, ഇൻഫോർമൽ ടോക്സ് ഒക്കെ നടത്താമെന്ന് വിചാരിക്കുമ്പോൾ ആ സെഷന് പറയുന്ന പേരാണ് ഗ്രേപ്പ് വൈൻ സെഷൻ എന്ന് അതിന് പറയാം. അവിടെ നടത്തുന്ന കമ്മ്യൂണിക്കേഷനാണ് ഗ്രേപ്പ് വൈൻ കമ്മ്യൂണിക്കേഷൻ. പിടികിട്ടി? അപ്പൊ ഏത് ഫോർമൽ കമ്മ്യൂണിക്കേഷനോടെയും അത് ഇഫക്റ്റീവ് ആക്കാനായിട്ട് ഒരു സ്ട്രാറ്റജിക് യൂസ് ഓഫ് ഗ്രേപ്പ് വൈൻ ആവശ്യമാണ് എന്ന് നമുക്ക് പറയാം. ഓക്കെ, പിന്നെ പെർസ്വേസീവ് ആൻഡ് കൺവിൻസിങ് ഡയലോഗ് ആവശ്യമാണ്. പ്രേരക ഘടകം, പ്രേരിപ്പിക്കൽ, ഇവനെ കൺവിൻസ് ചെയ്യിപ്പിക്കുന്ന തരത്തിലുള്ള ഡയലോഗ് വളരെ ആവശ്യമാണ്. അപ്പൊ ഇവിടെ ബി ആണ്, വൺ വേ ട്രാൻസ്ഫർ ഓഫ് ഇൻഫർമേഷൻ ആണ് നമുക്ക് ലീസ്റ്റ് ആയിട്ടുള്ളത്. മറ്റ് നിവൃത്തിയില്ലെങ്കിൽ 1 വേ ട്രാൻസ്ഫർ നമ്മൾ കൊടുക്കാറുണ്ട്, പക്ഷെ അത് 2 വേ ആക്കുമ്പോഴാണ് അത് ഇഫക്റ്റീവ് ആകുന്നത്. മനസ്സിലായില്ലേ? ഇപ്പൊ ഞാൻ ആദ്യത്തെ സെഷനിൽ ഇത് സ്ലൈഡ് ഷോ നടത്തിയത് കൊണ്ട് എനിക്ക് ചാറ്റ് ബോക്സ് കാണാൻ പറ്റിയില്ല. അവിടെ ഞാൻ 1 വേ ആണ് നടത്തുന്നത്. ഓക്കെ, അപ്പൊ അത്രയും സമയം അത് നമ്മുടെ കമ്മ്യൂണിക്കേഷൻ അത്ര ഇഫക്റ്റീവ് ആകണമെന്നില്ല. ഞാൻ നിങ്ങളുടെ പേരെനിക്ക് കാണുന്നില്ല, ഒന്നും അറിയാൻ പറ്റുന്നില്ല. ഡോക്ടർ രമ്യ GS നായർ, ഇപ്പൊ ഞാൻ കണ്ട ഒരു പേരാണ്. വളരെ സന്തോഷമുണ്ട്, അത് ഡോക്ടറേറ്റ് ഉള്ള ആളാണ്. ഒരുപാട് സന്തോഷം കേട്ടോ. ബി ആണ് കറക്റ്റ് ആയിട്ട് ആൻസർ ചെയ്ത് വെച്ച് നിൽക്കുകയാണ് മിടുക്കി ഡോക്ടർ രമ്യ കേട്ടോ. ഓക്കെ, ഇവിടെ ആൻസർ 1 വേ ട്രാൻസ്ഫർ ഓഫ് ഇൻഫർമേഷൻ എന്നതാണ് ഇവിടുത്തെ ആൻസർ. നോട്ട് എ പ്രിൻസിപ്പിൾ എന്നുള്ളതാണ് ഉത്തരം. ഓക്കെ, വെരി ഗുഡ്, വെരി ഗുഡ്. താങ്ക് യു സോ മച്ച്. ഞാൻ ഇത്രയാണ് ഇന്ന് ചെയ്യാൻ ആഗ്രഹിച്ചത്. ഒരുപാട് സന്തോഷമുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും എന്നോട് ഇതുമായി ബന്ധപ്പെട്ട സംശയങ്ങളോ എന്തെങ്കിലും നിങ്ങൾക്ക് ചോദിക്കാനുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്നോട് ചോദിക്കാം. നിങ്ങൾക്ക് വോയിസ് ഇട്ട് ചോദിക്കാം, ഇല്ലെങ്കിൽ ഇവിടെ ചാറ്റ് ബോക്സിലേക്ക് ഇട്ട് തന്നാലും മതി. ഓക്കെ, താങ്ക് യു. ഷൈനി താങ്ക്സ് പറഞ്ഞിരിക്കുന്നു. ഓക്കെ, വളരെ സന്തോഷം. രശ്മി താങ്ക് യു. അയന താങ്ക് യു. കാവ്യ, നിസ്തുല താങ്ക് യു. ഫെമിത താങ്ക് യു. അമ്പിളി, വന്ദന, മനുജ, എല്ലാവർക്കും പ്രത്യേകം താങ്ക്സ്. താങ്ക് യു വെരി മച്ച്. അതുൽ, ഹോം അസൈൻമെന്റ് ഉണ്ടായിരുന്നു. ഓ, ഹോം അസൈൻമെന്റ്, ഇന്നലത്തെ ഹോം അസൈൻമെന്റ് ഞാൻ ചെയ്യിച്ചില്ല അല്ലേ? അതുൽ എന്നെ ഓർപ്പിച്ചല്ലോ, വളരെ സന്തോഷം കേട്ടോ. താങ്ക് യു. ഞാനൊന്ന് എടുത്തോട്ടെ. അപ്പോ അതല്ല, ഇത് മറ്റേ ഇതിലാണല്ലോ. ഓ, വെരി ഗുഡ്, വെരി ഗുഡ്. എന്നെ ഓർപ്പിച്ചല്ലോ, വളരെ സന്തോഷം. ഇവിടെ നോക്കി ഇത് കാണാമല്ലോ അല്ലേ? വെൻ ഡയഗ്രാം. വെരി ഗുഡ്, വെരി ഗുഡ്. അതിൽ മിടുക്കനാണ് കേട്ടോ.
വെൻ ഡയഗ്രം ആണ്. ഓക്കെ 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 ഓക്കെ. അപ്പൊ ഇവിടെ നമ്മള് ഒന്ന് നോക്കിക്കേ, പി എന്ന് പറയുന്ന ഏരിയ എന്ന് പറയുന്ന ഈ 3 കാറ്റഗറിയും ഒന്നിച്ചു വരുന്നതാണ് പി കേട്ടോ. പി എന്ന് പറയുന്ന ആ ഭാഗത്ത് നമ്മൾ ആരെയെങ്കിലും റെപ്രസെന്റ് ചെയ്യുകയാണെങ്കിൽ അത് ബോത്ത് എ ബി ആൻഡ് സി ഇന്റർസെക്റ്റിംഗ് എ ബി ആൻഡ് സി ആണ്. ദേ ആർ എന്താണ് പറയുന്നത്, പിന്നെ ഓണസ്റ്റ് സിൻസിയർ പൊളിറ്റീഷ്യൻസ് ആണ്. ഓണസ്റ്റ് ആൻഡ് സിൻസിയർ പൊളിറ്റീഷ്യൻസ് ആണ്. അമ്പിളി പറഞ്ഞത് ആർ ഈസ് ദ ആൻസർ എന്നാ പറഞ്ഞല്ലേ, ആർ ഈസ് ദ ആൻസർ. കാരണം പി ഭാഗത്ത് അത് സിൻസിയറും ഉണ്ട്. ഇപ്പോൾ ഇവിടെ ഓണസ്റ്റ് പൊളിറ്റീഷ്യൻസ് ഹു ആർ നോട്ട് സിൻസിയർ, ഓണസ്റ്റ് പൊളിറ്റീഷ്യൻ എയും സിയും വരണം. എയും സിയും ആർ പി ആണ്. ഓണസ്റ്റ് പൊളിറ്റീഷ്യൻസ് എന്ന് പറഞ്ഞാൽ ആറും പിയുമാണ്. പക്ഷേ ആർ പി എന്ന് പറയുന്നത് സിൻസിയറും കൂടാണ്, സിൻസിയറും കൂടാണ്. അപ്പൊ സിൻസിയർ അല്ലാത്തവരെന്ന് പറഞ്ഞാൽ അതിൽ പി വരില്ല. അപ്പോ ആർ മാത്രമാണ്. വെരി ഗുഡ്, വെരി ഗുഡ്. താങ്ക് യു സോ മച്ച്. നിങ്ങൾ ഇത്രയും ഉത്തരങ്ങൾ കറക്റ്റ് ആയിട്ട് പറഞ്ഞു കേട്ടോ. അയന, ദീപ, ദേവിക, ഓപ്ഷൻ സി എന്ന് പറഞ്ഞു ഇവിടെ. ഓക്കെ, സി ആണ് കറക്റ്റ്. ഗൗരി കൃഷ്ണ, ആൻ, കാവ്യ എല്ലാവരും കറക്റ്റ് ആയിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. ഓപ്ഷൻ സി ആർ എന്നതാണ് അതിന്റെ ഉത്തരം. ഓക്കെ, ഇങ്ങനെ വേണേ ഓരോന്നും നിങ്ങൾക്ക് പറയാം, ഓരോന്നും നിങ്ങൾക്ക് പറയാം. സമയമുണ്ടല്ലോ, നമുക്ക് ഒരല്പസമയം കൂടെ എടുക്കാം, അല്പസമയം എടുക്കാം, കുഴപ്പമില്ല. അപ്പൊ ഞാന് ഒന്ന് ചാറ്റ് ബോക്സിൽ ഇട്ട് തരൂ. ക്യൂ എന്ന് ഉത്തരം വരുന്നത് എന്താണ്? ക്യൂ എന്ന് ഉത്തരം വരുന്നത് ഇതുപോലെ ഒന്ന് ടൈപ്പ് ചെയ്തിടാമോ? എ എന്ന് പറയുന്നത് പിന്നെ ഓണസ്റ്റ് ആണ്, ബി എന്ന് പറയുന്നത് സിൻസിയർ ആണ്, സി ആണ് ഇവിടെ പൊളിറ്റീഷ്യൻസ് എന്ന് പറയുന്നത്. എങ്കിൽ ക്യൂ ഓണസ്റ്റ്, സിൻസിയർ ബട്ട് നോട്ട് പൊളിറ്റീഷ്യൻ, നോട്ട് പൊളിറ്റീഷ്യൻ ആണ്. ഓണസ്റ്റ് സിൻസിയർ എന്ന് പറയുന്നത് ക്യൂവും പിയും വരും, ക്യൂവും പിയും വരും. ഓണസ്റ്റ് ആൻഡ് സിൻസിയർ എന്ന് പറഞ്ഞാൽ ക്യൂവും പിയും വരും. പക്ഷെ നോട്ട് പൊളിറ്റീഷ്യൻ എന്ന് പറയുകയാണെങ്കിൽ പൊളിറ്റീഷ്യൻസ് അല്ലാത്ത ഓണസ്റ്റ് സിൻസിയർ പീപ്പിൾ, പീപ്പിൾ ഹു ആർ നോട്ട് പൊളിറ്റീഷ്യൻസ് ബട്ട് ഓണസ്റ്റ് ആൻഡ് സിൻസിയർ, അതാണ് ക്യൂ ആൻസർ ആയിട്ട് വരേണ്ടത്. മനസ്സിലായില്ലേ? ഓക്കെ, യെസ് ആൻസർ ആയിട്ട് വരുന്നത് എന്താണ്? യെസ്, യെസ്. ആലോചിച്ചിട്ട് പറഞ്ഞാൽ മതി. യെസ് വരുന്നത് ബിയും സിയും തമ്മിൽ ഇന്റർസെക്ട് ചെയ്യുന്നു, പക്ഷെ പി എ അങ്ങ് ഒഴിവാക്കുകയും ചെയ്യുക. പി അല്ല, അവിടെ എ ഒഴിവാക്കണം. സിൻസിയർ പൊളിറ്റീഷ്യൻസ്, ഓക്കെ, സിൻസിയർ പൊളിറ്റീഷ്യൻസ് ഹു ആർ നോട്ട് ഓണസ്റ്റ്. മനസ്സിലാവുന്നുണ്ടോ? വെരി ഗുഡ്. അമ്പിളി അത്രയും പറഞ്ഞല്ലോ. അമ്പിളി, വിദ്യ. സിൻസിയർ പൊളിറ്റീഷ്യൻസ് ഹു ആർ നോട്ട് ഓണസ്റ്റ്. വെരി ഗുഡ്, വെരി ഗുഡ്. വിദ്യ ഹരിദാസ് നല്ലൊരു ക്ലാപ്പ് തരുന്നു. വെരി ഗുഡ്, വെരി ഗുഡ്. സിൻസിയർ പൊളിറ്റീഷ്യൻസ് ഹു ആർ നോട്ട് ഓണസ്റ്റ് എന്ന് പറയണം. ചെറിയൊരു ഇടിയൊക്കെ വരുന്നുണ്ട് ഇവിടെ കേട്ടോ. അപ്പോ ആർ എന്നതായിരുന്നു നമ്മുടെ ഉത്തരം. ഞാൻ ക്യൂവും എസും കൂടി ഇതിനകത്തുനിന്ന്, ഓ വെരി ഗുഡ്, വെരി ഗുഡ്. സിൻസിയർ പൊളിറ്റീഷ്യൻസ് ഹു ആർ നോട്ട് ഓണസ്റ്റ് എന്ന് പറയുന്നതാണ് യെസ് എന്ന് പറയുന്നത്. യെസ്. ക്യൂ എന്ന് പറയുന്നത് ഓണസ്റ്റ് ആൻഡ് സിൻസിയർ ബട്ട് നോട്ട് പൊളിറ്റീഷ്യൻ. ഓണസ്റ്റ് ആൻഡ് സിൻസിയർ ബട്ട് നോട്ട് എ പൊളിറ്റീഷ്യൻ. പൊളിറ്റീഷ്യൻ അല്ലാത്ത ഓണസ്റ്റും സിൻസിയറുമായിട്ട് എയും ബിയും ഇന്റർസെക്ട് ചെയ്യുന്നു. അവിടെ സി ഒഴിവാക്കി കഴിയുമ്പോൾ ക്യൂ ആണ് കിട്ടുന്നത്. ഇങ്ങനെ ചോദിച്ചിട്ട് ഏത് ചോദിച്ചാലും നമുക്ക് ചെയ്യാൻ കഴിയണം. ഒരു വെൻ ഡയഗ്രാം ആണിത്. അതിന്റെ ഇന്റർസെക്റ്റിങ്ങും യൂണിയനും ഒക്കെ ചേർത്തുള്ള കാര്യങ്ങളാണ് നമ്മളോട് ചോദിക്കുന്നത്. വേണമെങ്കിൽ അത് ഇച്ചിരി മാത്സ് അറിയാമെങ്കിലാണ് നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നത്. പക്ഷെ ഇതൊന്നും അറിഞ്ഞിരുന്ന അത്രയെങ്കിലും നമുക്കൊരു അറിവ് കിട്ടിയല്ലോ. അത്രയും കാര്യങ്ങൾ ചോദിച്ചാൽ തീർച്ചയായിട്ടും നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. ഓക്കെ, താങ്ക് യു സോ മച്ച്. ഒരുപാട് സന്തോഷമുണ്ട്. താങ്ക് യു വെരി മച്ച്. താങ്ക് യു വെരി മച്ച്. Thank you, sir. താങ്ക് യു, താങ്ക് യു, താങ്ക് യു വെരി മച്ച്. താങ്ക് യു. Thank you, sir. ഓ, താങ്ക് യു വെരി മച്ച്.